കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പകൽക്കാലത്തെങ്കിൽ ഈ സന്ധ്യാവേളയോടടുത്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മോടൊത്ത് സിസ്റ്റർ സേഫ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് കർത്തദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതയായ കർത്തദാസിയെ ഇന്ന് നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷമാണ്. കർത്താവിൻ്റെ വേലയിൽ അവർ കുടുംബമായിട്ട് വ്യാപൃതരായിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് നമുക്കിങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചല്ലോ. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് ഇതര മീഡിയകളിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരു നിമിഷം കർത്തദാസിയെ ക്ഷണിക്കും മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം. വിശുദ്ധി ആരാധനയ്ക്ക് ശേഷം സന്ധ്യാവേളയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരികയാണ്. തിരുമുഖത്തും ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഈ സാക്ഷ്യം അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസമാകുവാൻ, സന്തോഷമാകുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ കാരണമാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അങ്ങയുടെ ദാസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദാസിയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കണം. നന്മകളാൽ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്തദാസിക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനദീപ്തി സാക്ഷ്യകൂടാരം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ കടന്നു വന്ന് എൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അവസരം ഒരുക്കി തന്ന കർത്താവിനും അതുപോലെ തന്നെ ഇതിലേക്ക് ക്ഷണിച്ച അഭിഷക്ത ദാസി ബീനാൻറ്റിയോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സാക്ഷ്യം പറയുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി ഞാൻ കണക്കാക്കപ്പെടുന്നു. എൻ്റെ ജീവിതം സാക്ഷ്യം പറഞ്ഞാൽ ഒത്തിരി മണിക്കൂറുകൾ പറയേണ്ടതുണ്ട്. എങ്കിലും ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയത് മുഖാന്തരമാണ് ഇന്ന് ജീവനോട് തന്നെ ആയിരിക്കുന്നത്. യേശോപ്പായെ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളോ ഞങ്ങളുടെ കുടുംബമോ ഈ ഭൂമുഖത്ത് ഉണ്ടാകത്തില്ല. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയാണ്. 3 മദ്യപാനികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിനകത്ത് നിന്നാണ് കർത്താവ് ഞങ്ങളെ വേർതിരിച്ച് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ആൻറ്റി പറഞ്ഞതുപോലെ സേഫ രാജേഷ് എന്ന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് കഴിഞ്ഞ 13 വർഷങ്ങളായി ഈ ദേശത്തെ ആയിരിക്കുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി കർത്താവ് നൽകുന്ന അവസരങ്ങളും അതുപോലെ 3 തലമുറകളുണ്ട്. കുടുംബമായി ഈ ദേശത്ത് കടന്നു വരുവാനും ദൈവപ്രവൃത്തികൾ കാണുവാനും ദൈവം യോഗ്യതകളൊന്നുമില്ലാത്ത ഞങ്ങളെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. സെഫ ബാല്യകാലത്തിൽ ഉണ്ടായിരുന്ന ബാല്യകാലത്തിലെ നല്ല സ്മരണകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തിലേക്കൊന്ന് പ്രവേശിച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും ബാല്യകാലത്ത് പറയാമെങ്കിൽ നല്ല സ്മരണകളൊന്നും എൻ്റെ ജീവിതത്തിനകത്തില്ലായിരുന്നു. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നല്ല വസ്ത്രത്തിന് വേണ്ടി, ചുരുക്കം പറഞ്ഞാൽ ഒരു പേനയ്ക്ക് വേണ്ടി, പെൻസിലിന് വേണ്ടിയൊക്കെ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു വന്ന കുട്ടിക്കാലമാണ്. സന്തോഷവും സമാധാനവും തെല്ലും അനുഭവിപ്പാൻ കഴിയാത്ത ഒരു കുട്ടിക്കാലമായിരുന്നു.
എങ്കിലും സന്തോഷിക്കുവാനും പ്രത്യാശിക്കുവാനും ആനന്ദിക്കുവാനും 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ദൈവം അവസരം തന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കുവാനും സ്നാനപ്പെടുവാനും ദൈവം ഭാഗ്യം നൽകി. പക്ഷെ എൻ്റെ 4, 5, 6 ക്ലാസ്സുകളിൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ കരച്ചിൽ കേട്ട് വളർന്ന അനുഭവമായിരുന്നു. പപ്പ മദ്യപിച്ച് കടന്നു വന്ന് ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണമൊക്കെ വലിച്ചെറിയുകയും കമത്തിക്കളയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ 3 മദ്യപാനികൾ ഉണ്ടായിരുന്നു. പപ്പയും പപ്പയുടെ ആങ്ങളയും പപ്പയുടെ പപ്പയും അപ്പച്ചൻ, അങ്ങനെ 3 പേര് ഒരു ഭവനത്തിനകത്ത് മദ്യപിച്ച് കടന്നു വരുമ്പോൾ ആ ഭവനത്തിനകത്ത് നിലവിളി ഉയരുന്ന രാത്രികാലങ്ങളായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനോ ഒന്നും കഴിയാത്ത അനുഭവമായിരുന്നു. എൻ്റെ പപ്പ ഇന്നും ജീവനോടെ ഉണ്ട്. കിടന്നുറങ്ങുന്നത്, പപ്പ മദ്യപിച്ച് കിടന്നുറങ്ങുന്നത് കല്ലറയിലായിരുന്നു. എല്ലാവർക്കും വയ്ക്കുന്ന ഭക്ഷണം ഒറ്റ ഇരിപ്പിരുന്ന് കഴിച്ചിട്ടും തികയത്തില്ല. രാത്രി പിന്നെ പുട്ടു പുഴുങ്ങി കൊടുക്കും. അതും കഴിച്ചുകൊണ്ട് നെഞ്ചത്ത് മാറി മാറി കൈമുറുക്കിടിക്കും. ഈ വണ്ണമുള്ള വൃക്ഷങ്ങളെയൊക്കെ ഇടത് കൈകൊണ്ട് പിഴുത് ശകിരി പിന്നുന്നത് പോലെ പിന്നി പിറക്കി വയ്ക്കുമായിരുന്നു. എപ്പോഴും അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കും. ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് കേൾക്കുവാൻ ഒന്നും കുട്ടിക്കാലത്ത് കഴിഞ്ഞിട്ടില്ല. വീട്ടിനകത്ത് സമാധാനമില്ലാത്തത് കൊണ്ട് എൻ്റെ പപ്പ ഹിന്ദുവും അമ്മ CSA ബാക്ക്ഗ്രൗണ്ടുമായിരുന്നു. ഹിന്ദുക്കളായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ഉൾറൂമിനകത്ത് ഒട്ടനവധി പ്രാവശ്യം മന്ത്രവാദങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു, പൂജാരിമാരെ കൊണ്ടുവന്നു. അമ്പലങ്ങളിലും അതുപോലെ നേർച്ച കാഴ്ചകളും പുണ്യസ്ഥലങ്ങളൊക്കെ കടന്നു പോകുവാനിടയായി തീർന്നു. പൂജാരിമാർ പറഞ്ഞതൊക്കെ ചെയ്തു. അടുത്തൊരു ക്ഷേത്രത്തില് ഒരു പൂജാരി പറഞ്ഞു കൊടുത്തു, കന്യാകുമാരി പോയി കടൽ വെള്ളം കൊണ്ടുവന്ന് ശുദ്ധികലശം ചെയ്താൽ നിങ്ങളുടെ വീട്ടിന് ശാന്തി ലഭിക്കുമെന്ന് പറഞ്ഞു. അതും ഞങ്ങളുടെ ഭവനം ചെയ്തു. പക്ഷേ ആ സമാധാനം അവിടെ കടന്നു വന്നില്ല. ഓരോ ദിവസം ചെല്ലും തോറും 3 പേരുടെയും അവസ്ഥകൾ വളരെ വഷളത്വമായി പോയി. എൻ്റെ പപ്പ മുടിയൊക്കെ നീട്ടി വളർത്തി, താടിയൊക്കെ നീട്ടി വളർത്തി, നേരെ വസ്ത്രം ഉടുത്തിട്ടുണ്ടോ എന്നൊരു ബോധമില്ലാതെ റോഡിൻ്റെ ഓടകളിലും റോഡ് സൈഡുകളിലും കടത്തിണ്ണകളിലും കിടന്നുറങ്ങിയ അനുഭവം. ആരുമായിട്ടും വഴക്കുണ്ടാക്കും. ഞങ്ങളുടെ പപ്പയുടെ വീട് പേരേക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അമ്പൂരിക്കടുത്ത്. അവിടെ ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ ആരുമായിട്ടെങ്കിലും അടിപിടി ഉണ്ടാക്കി അവിടെ എല്ലാവർക്കും വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പപ്പയുടെ പെരുമാറ്റം. അങ്ങനെ എൻ്റെ പപ്പയുടെ ആങ്ങള ഒരു ഗുണ്ടയായിരുന്നു. ഒരു കേസിൽ പിടികിട്ടാ പുള്ളിയായി മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് താൻ ഒളിവിലായിരിക്കുമ്പോൾ കർത്താവ് സന്ദർശിക്കുവാനിടയായി തീർന്നു. ഇന്ന് കൃപയാൽ ഗുണ്ടയായിരുന്ന എൻ്റെ പപ്പയുടെ ആങ്ങള ഇന്നൊരു പാസ്റ്ററാണ്. കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് സഭാ ശുശ്രൂഷയുടെ ആയിട്ട് ആയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അപ്പച്ചൻ പെന്തക്കോസ്ത് ചർച്ചിൽ കയറി അവിടുന്ന് പാസ്റ്ററിനെ പിടിച്ചു തള്ളുകയും, അന്ന് കീബോർഡൊന്നുമില്ല, ഡ്രമ്മായിരുന്നു, അതിനെ വലിച്ചെറിയുകയും വേദപുസ്തകത്തെയൊക്കെ കൈകൊണ്ട് വലിച്ചെറിഞ്ഞ വ്യക്തിയായിരുന്നു. എന്നിട്ട് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എവിടെ വേണോലും പോകാം, പക്ഷെ പെന്തക്കോസ്തിനകത്ത് മാത്രം പോകത്തില്ല. അങ്ങനെ വെല്ലുവിളിച്ച ഒരു ഭവനമായിരുന്നു. എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു മരണത്തിന്റെ നിലവിളി ഉയർന്നെന്ന് കാത്തു നിന്ന് അയൽവക്കക്കാർ. നേരെ ഒരു പാത്രമില്ല, നേരെ ഒരു ചെയറില്ല. ഇന്നാണ് ഫൈബറിന്റെ പ്ലാസ്റ്റിക്കിന്റെ ചെയറൊക്കെ വന്ന്. അന്ന് കമ്പി കൊണ്ടുള്ള ചെയറായിരുന്നു. അതിനെ ഒലക്ക കൊണ്ട് അടിച്ചു പൊട്ടിച്ച് ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇരുമ്പിനെ പോലും അടിച്ച് തകർക്കുന്ന ഒരു അനുഭവമായിരുന്നു.
കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്, ലൈറ്റൊന്നുമില്ല, കറണ്ടൊന്നും വന്ന് ലഭിച്ചിട്ടില്ല, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ വലിച്ചെറിയും. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി. എൻ്റെ അമ്മ വളരെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടവളെ പോലെ ആത്മഹത്യക്ക് വേണ്ടി പലവട്ടം ശ്രമിച്ചു. അങ്ങനെ ഞാൻ ജനിച്ചു. എനിക്ക് ശേഷം എനിക്കൊരു ആങ്ങളെ ഉണ്ടായി. ഗർഭിണിയായിരിക്കുമ്പോൾ, ഏകദേശം 8.5-9 മാസത്തോളം ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വായ്ക്കകത്ത് ഉടുത്തിരുന്ന സാരിയെ തിരുങ്ങിക്കയറ്റുകയും, അതുപോലെ പപ്പയുടെ ഒരു ദുഷ്ട സ്വഭാവം എന്ന് പറയുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിനെ മുഖത്ത് കൊണ്ടുവച്ച് സംസാരിക്കും, മുഖത്തിന് നേരെ കൊണ്ടുവച്ച് സംസാരിക്കും. ആടി ഒലഞ്ഞ് നേരെ നിൽക്കാൻ കഴിയാതെ. അപ്പൊ എങ്ങനെയോ അന്നത്തെ ദിവസം ഈ വിളക്ക് കൊണ്ട് മുഖത്ത് കൊണ്ടുവച്ച് ഇങ്ങനെ സംസാരിച്ച് തെറി വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഏങ്ങിക്കരയുമ്പോൾ എങ്ങനെയോ വിളക്കണഞ്ഞുപോയി. വിളക്കണഞ്ഞതിന്റെ പേര് പറഞ്ഞ് അമ്മയെ ആ രാത്രിയിൽ ഉടുത്തിരുന്ന സാരിയുടെ അറ്റം തിരിങ്ങിക്കയറ്റി വാക്കകത്ത് മുഴുവനും അതിനെ കുത്തിക്കയറ്റുകയും കഴുത്തു ഞെരിച്ചു കൊല്ലുവാൻ നോക്കുകയും ചെയ്തു. ആ സ്പോട്ടിൽ അവിടെ യാദൃശികമായി ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി കടന്നു വരികയും അങ്ങനെ അമ്മ വളരെ അത്ഭുതമായി അന്ന് ആ രാത്രി രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ അവിടെ ജീവിതത്തിനകത്തുണ്ടായി. അടിയും ഇടിയും കൊണ്ട് സഹിക്കാൻ കഴിയാതെ എൻ്റെ അമ്മ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ വീട്ടിൽ, അതായത് എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് കടന്നുപോയി. അവിടെ വെച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഏകദേശം 2.5 മാസമൊക്കെ ആയപ്പോഴാണ് പപ്പ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കാരണമായ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പപ്പ അവിടെ വരുമ്പോഴും പപ്പയ്ക്ക് ഒരല്പം പോലും ബോധമില്ല. നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ആരാണെന്നോ എന്താണെന്നോ അടുത്ത് നിൽക്കുന്നവരെന്തോ ഒന്നും മനസ്സിലാകാതെ ഒരു ഭ്രാന്തനെ പോലെ തുപ്പലൊക്കെ ഈ താടിയിലൂടെയൊക്കെ പായിച്ച്, നമ്മൾ കുഴിയന്മാർ മദ്യപിക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു അനുഭവത്തിൽ അവിടെ വന്നു. വരുമ്പോൾ അമ്മയ്ക്ക് അവിടെ 5 ആങ്ങളമാരാണ്. ഇവരുമായിട്ട് അവിടെ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി. ആ വഴക്കവിടെ നിലവിളിയായി. അടുത്തുള്ളവരൊക്കെ വന്നുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരു അപ്പോസ്തലിക ദൈവസഭയുണ്ട്. ആ ദൈവസഭയിൽ 2 ആന്റിമാർ കരം പിടിച്ച് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ച വാചകം ഇതാണ്: കർത്താവ്, ഈ മനുഷ്യനെ ദൈവം സന്ദർശിക്കണം, ഈ മനുഷ്യനെയും ഈ കുടുംബത്തെയും കർത്താവ് രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. അവർ വെറുതെ പ്രാർത്ഥിച്ചതല്ല, അവർ പ്രാർത്ഥിക്കാൻ കാരണമുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അമ്മ എപ്പോ സമയം കിട്ടിയാലും ഈ ആന്റിമാരുടെ കയ്യിൽ പിടിച്ച് കരയും, സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയത്. പക്ഷെ അവിടെ 3 കുടിയന്മാരാ, ഭ്രാന്തന്മാരാ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുകയില്ല. ഒന്നുകിൽ എൻ്റെ ഭർത്താവ് എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എൻ്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ പരിഹാരം. ഞാൻ വീട്ടിലോട്ട് പോകണ്ട. ഞാൻ അവിടെ പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല ഇവരുടെ കൂടെ, അല്ലെങ്കിൽ ഈ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. അങ്ങനെ ആമേൻ, കണ്ണുനീര് ഈ ആന്റിമാരുടെ കരങ്ങളിൽ ധാരധാരയായിട്ട് വീഴും. കരം പിടിച്ച് കരഞ്ഞ് പറയുമായിരുന്നു. ഈ പറഞ്ഞത് കാരണവും ഈ പറഞ്ഞത് അവരുടെ മനസ്സിനകത്തുള്ളത് കൊണ്ടും അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബഹളം കേട്ടപ്പോൾ അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ കുറെ സമയം കഴിഞ്ഞ് പപ്പ ആ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുകയായിരുന്നു. പോകുമ്പോൾ ഈ ചർച്ചിന്റെ ഫ്രണ്ടിലൂടെയാണ് വഴി. ആ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ ചർച്ചിന്റെ അടുത്തെത്തിയതും അപ്രതീക്ഷിതമായിട്ടൊരു മഴ അങ്ങ് പെയ്തു. നല്ല ഉച്ച സമയമാണ്. മഴ പെയ്യാൻ ഒരു ചാൻസും ഇല്ല. നല്ല വെയിലുണ്ടായിരുന്ന സമയം. പക്ഷെ പ്രതീക്ഷിക്കാതെ മഴ പെയ്തത് കാരണം എന്ത് ചെയ്തെന്നറിയാവോ? നനയാതിരിക്കാൻ വേണ്ടി പപ്പ ആ ചർച്ചിന്റെ ഒരു സൈഡിലോട്ട് മാറി നിന്നു. അപ്പോൾ അകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും പണ്ടത്തെ മോഡൽ ഡോറാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി അവിടെ ആരോ വന്നു നിൽക്കുന്നു എന്ന്. അവർ നോക്കുമ്പോൾ എൻ്റെ പപ്പയായിരുന്നു. ആന്റിമാർ പ്രാർത്ഥന നിർത്തിയിട്ട് കയറിയിരിക്കണം ബ്രദർ എന്ന് പറഞ്ഞ് ഒരു ബെഞ്ച് എടുത്തിട്ട് കൊടുത്തു. ബെഞ്ചിൽ പപ്പ കയറിയിരുന്നു. ചർച്ചിനകത്ത് ഇരുന്നു. പപ്പ ഉടനെ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമെന്ന് ചോദിച്ചു. അപ്പോ ദേവദാസിമാർ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ തന്നെ പപ്പയുടെ ശരീരത്തിനകത്ത് ഉണ്ടായിരുന്ന പൈശാചിക ശക്തി ഇളകാൻ തുടങ്ങി.
അവൻ ഇളക്കുക മാത്രമല്ല, ആ ചർച്ചും ആ കൊടുത്ത വെള്ളമൊക്കെ എടുത്തെറിഞ്ഞ് അവിടെ മൊത്തത്തില് മറിഞ്ഞടിച്ച് വീണ് അവൻ ഏകദേശം 56 പേരവിടെ ആമേൻ ഒന്നൊന്നൊന്നായി പറഞ്ഞു. അപ്പോൾ അതിന്റെ നടുവിൽ ദേവദാസിമാർ പറഞ്ഞു, നിന്നെ യേശുവിന്റെ നാമത്തിൽ നിന്നെ വിളിക്കുമ്പോഴല്ല അത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞ് ശാസിക്കുകയും പപ്പ നോർമലാകുകയും സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സംസാരത്തിന്റെ അവസാനം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ പപ്പയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഈ ആന്റി പറഞ്ഞു, എല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുടെ വീട്ടിൽ ആരാധനയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും വരാറില്ല, ഞങ്ങൾ 3 പേരും മദ്യപാനികളാ, ഞങ്ങൾ ഒത്തിരി തെറി വിളിക്കുന്നവരാ, ഞങ്ങളെ ഗുണ്ടകളാ, ഞങ്ങളെ കാണുമ്പോ തന്നെ എല്ലാവരും ഓടി ഒളിക്കും. എനിക്കൊരു അനുജനുണ്ട്, അവരും ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് വരാതിരിക്കുവാൻ പപ്പ മാക്സിമം ഒഴിവുകഴിവുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പെന്തക്കോസുകാരെ ഇഷ്ടേയല്ല, അങ്ങനെയുള്ളവരെ വീട്ടിൽ പോലും കയറ്റത്തില്ല എന്ന് പപ്പ ഇങ്ങനെ പറയുകയും പപ്പ അത് കഴിഞ്ഞ് അങ്ങ് വീട്ടിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഈ ദൈവദാസിമാർ കൃത്യം പറഞ്ഞ ആ വെള്ളിയാഴ്ച രാവിലെ തന്നെ ബസ് കയറി നടന്ന് ഈ 3 മദ്യപാനികളുള്ള ഞങ്ങള് വീട്ടിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അന്ന് ഞാൻ വളരെ കുഞ്ഞാണ്, എനിക്ക് തോന്നുന്നു 2-2.5 വയസ്സൊക്കെ പ്രായമുള്ളൂ ഈ ആന്റിമാർ അവിടെ കടന്നു വരുമ്പോൾ. അപ്പൊ എനിക്ക് വീട്ടിലൊരു പേര് എൻ്റെ അമ്മയും പപ്പയുമായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് സേഫ എന്ന് പേരിട്ടത് ആ കടന്നു വന്ന ആന്റി വരദായസ് നായർ എന്ന് പറയുന്ന ഒരു ആന്റിയാ. ഇന്ന് ആന്റി കർത്താവിന്റെ വേലയോടനുബന്ധിച്ചായിരിക്കുന്നു. അവർ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഒരു ആന്റി നിത്യതയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ അവിടെ നല്ല യൗവന പ്രായത്തിൽ 3 മദ്യപാനികളുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് കർത്താവ് അയച്ചിട്ട് അവർ വന്നത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ അവർ കടന്നു വരികയും എനിക്ക് പേരിട്ടു. അവരെ വളർത്തുമകളായി ഞാൻ വളർന്നു. അവർ പോകുന്നിടത്തൊക്കെ എന്നെ കൊണ്ടുപോകുകയും എന്നെ അന്ന് അവര് പാട്ട് പഠിപ്പിക്കുകയും പ്രസംഗം പഠിപ്പിക്കുകയും ആത്മീയ കാര്യങ്ങൾക്കൊക്കെ എന്നെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ കുഞ്ഞല്ലേ, അപ്പൊ ഓർമ്മയില്ല. പക്ഷെ ആ ദേവദാസിയുടെ ചർച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. അപ്പൊ അവര് പറഞ്ഞൊരു സാക്ഷ്യമാ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ അവരുടെ കരങ്ങളിലെടുത്തു പ്രാർത്ഥിച്ചു സമർപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഇവൾ ഒരു സുവിശേഷ പ്രാസംഗിയാകണം, ഇവൾ കർത്താവിന്റെ വേല ചെയ്യണം, ഇവളുടെ പേര് അനേക നോട്ടീസുകളിൽ അനേക ഇടങ്ങളിൽ പ്രസിദ്ധമാകണം എന്നൊക്കെ പറഞ്ഞ് ആത്മാവിൽ കണ്ടുകൊണ്ട് കുഞ്ഞു പ്രായത്തിൽ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 35 വർഷങ്ങൾക്ക് ശേഷം എന്താണോ അവർ പ്രാർത്ഥിച്ച് പ്രവചിച്ച് ദൂത് കൈമാറിയത്, അതിന് ദൈവം സാക്ഷ്യമാക്കി നിൽക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ നാമവുമായി ദൈവത്തിന്റെ വചനവുമായി ഹല്ലേലൂയ അനേകയിടങ്ങളിൽ കഴിവൊന്നും ഉണ്ടായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പപ്പ പാസ്സായത് കൊണ്ടല്ല, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവരന്ന് കടന്നു വന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞതിന്റെ ഫലമായിട്ട് അവരങ്ങ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ഭാഗ്യം നൽകിയത്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവെ, ഒരു യോഗ്യതകളും പറയാനില്ല, ഒരു കഴിവുകളും പറയുവാനില്ല, ഒരു പെരുമകളൊന്നും പറയാനില്ലാത്ത, ആർക്കും വേണ്ടാത്തൊരു കുടുംബമായിരുന്നു. അവിടേക്ക് അങ്ങയുടെ സാന്നിധ്യം കടന്നു വരാതിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഞങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെ ആന്റിമാർ, ഞങ്ങളെ വീടിനെ കുറിച്ച് പറയാമെങ്കിൽ ഓലമേഞ്ഞ വീടും ചാണകം മെഴുകിയ തറയുമായിരുന്നു. ഈർക്കലെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. മേളിലോട്ട് നോക്കിയാൽ ആകാശം കാണാം. മഴ പെയ്യുമ്പോൾ എല്ലാ വെള്ളവും അകത്ത് ഇങ്ങനെ തളം കെട്ടിക്കിടക്കും. അപ്പൊ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായി ഈ മഴയത്ത് വീട്ടിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ചിരട്ട ഉപയോഗിച്ച് വലിയ പാത്രങ്ങളിൽ കോരിക്കൊണ്ട് വെളിക്കൊണ്ട് കളയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഈ ആന്റിമാർ കടന്നു വന്ന് ഒരു നല്ല ഡോറ് പോലുമില്ല, നല്ലൊരു പാത്രം പോലുമില്ല, നല്ലൊരു ചെയർ പോലുമില്ല. ആ വീട്ടിൽ ഒരു സാരി കർട്ടന്റെ മറവിൽ
ഇന്നാണ് നല്ല കർട്ടനും നല്ല വീടും നല്ല സാഹചര്യങ്ങളൊക്കെ ദൈവം നൽകി. പക്ഷെ ഒരു സാഹചര്യവും ഒരു പ്രതീക്ഷയും ഒരു കുഞ്ഞു റൂമിനകത്ത് ആമേ കീറിയെടുത്ത സാരി കർട്ടന്റെ മറവിലിരുന്നു കൊണ്ട് 40 ദിവസം 21 ദിവസം 7 ദിവസം 10 ദിവസം വെള്ളം കുടിച്ചും കുടിക്കാതെയും ഞങ്ങൾക്ക് വേണ്ടി അവർ ഉപവസിച്ചതിന്റെ ഫലം നാളുകൾ കഴിഞ്ഞപ്പോൾ കൂടാരത്തിനകത്ത് വീട്ടിനകത്ത് വെളിപ്പെട്ട്. ഹല്ലേലൂയ. കണ്ണുനീരോടെ അവർ കരഞ്ഞു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ നീ ഇവിടെ അയച്ചെങ്കിൽ നിന്റെ മഹത്വം ഈ മണ്ണിൽ ഇറങ്ങണം, ഈ ദേശത്ത് ഇറങ്ങണം, ഈ കുടുംബത്തിൽ ഇറങ്ങണം. കർത്താവേ ഇവരെ സന്ദർശിക്കണമേ, കർത്താവിന് വേണ്ടി ഇവരെ തിരഞ്ഞെടുക്കണമേ എന്ന് പറഞ്ഞ് രാത്രിയുടെ യാമങ്ങളിലും പകലുകളിലും ഉറക്കമില്ലാതെ അവർ പ്രാർത്ഥിക്കുവരുടെയായി. അവർ പ്രാർത്ഥിച്ച വാചകം, ഞങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇവരിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തിരുന്നവർ നന്നായിട്ട് തെറി വിളിക്കും, അസഭ്യവാക്കുകൾ പറയും. എന്നിട്ടും അവർ ഇട്ടിട്ട് പോയില്ല. തോളത്ത് തട്ടി അപ്പച്ച, ബ്രദറെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ അനുഭവങ്ങളുണ്ട്. ഉടമനാജകലാധിപൽ പ്രൗഢിമിനി ഘടകസ്യ. ഹല്ലേലൂയ. പക്ഷേ മന്ത്രവാദം നടന്ന ഉൾ റൂമിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദമുയർന്നു. അതിനകത്ത് കണ്ണുനീരോടെ അവർ ധാരധാരയായി കണ്ണുനീർത്തുള്ളികൾ അവിടെ വീഴ്ത്തുവാനിടയായി തീർന്നു. അവിടെ ഓരോ കണ്ണുനീർത്തുള്ളിക്കും ശക്തി ഉണ്ടായെന്ന് പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് ചിന്തിക്കുന്നു, രക്തബന്ധമല്ല, കണ്ടുപരിചയമല്ല, ഒരു രക്തബന്ധങ്ങളോ ഒരു മുൻപരിചയങ്ങളോ ഇല്ലാത്ത 3 മദ്യപാനികൾ കുടിച്ച് മതോമത്തന്മാരായി ഭ്രാന്തന്മാരായി, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സുബോധമില്ലാത്തവരായിരിക്കുന്ന ആ കുടുംബത്തിനകത്തേക്ക് യൗവനപ്രായത്തിൽ അവൻ വിശപ്പ് സഹിച്ചു അവൻ കടന്നു വന്നു. അത് വെറുതെ ആയി തീർന്നില്ല, ദൈവം അവരെ അയച്ചു വന്നു. അങ്ങനെ വേഗം ഞാൻ പറഞ്ഞു പോകുക. ഇതെല്ലാം അവർ സഹിച്ചു നിന്നു. അവിടെ ഒരു വലിയ പ്രാർത്ഥന യോഗമായി അങ്ങോട്ട് കൂടി. അതിന്റെ നടുവിൽ ഭൂതങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. എൻ്റെ പപ്പയുടെ ആങ്ങളയ്ക്ക് ഹനുമാന്റെ ശക്തിയാണ് ശരീരത്തിനകത്ത് വ്യാപിച്ചിരുന്നത്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് തലകീഴായി കൊരങ്ങൻ ചാടുന്നത് പോലെ ചാടിമറിയും. നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തോന്നും ഇപ്പോൾ ഇവൻ തല പൊട്ടി തലകീഴായി വന്നു വീണ് മരിക്കും. ഒരു കുപ്പി ഗ്ലാസ് കൈ കിട്ടിയ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു വയ്ക്കും. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു ഗുണ്ടയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഈ പുസ്തകം ചുമക്കുവാൻ വേണ്ടി പപ്പയുടെ ആങ്ങളെയാണ് ദൈവം കണ്ടത്. ആമേൻ. 5 വർഷത്തിന്റെ പ്രാർത്ഥനയ്ക്കൊടുവിലായി ദൈവം എൻ്റെ പപ്പയുടെ ആങ്ങളെ ഈ പുസ്തകം എടുക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ ഒരു അനുഭവം ഞാൻ പറയാമെങ്കിൽ, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നമുക്കൊന്നും ഓണം നമ്മൾ ഇപ്പോഴൊന്നും ആഘോഷിക്കത്തില്ല. പക്ഷെ കുഞ്ഞുനാളിൽ അടുത്തുള്ളവരെല്ലാം ഓണം ആഘോഷിച്ച് നല്ല പായസവും, അന്നത്തെ സ്പെഷ്യലാണ് പായസം, ഇതൊക്കെ കഴിച്ച് എല്ലാ വീടുകളിലും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ, അന്ന് ഞങ്ങൾക്ക് ഈ വീടൊക്കെ ഇങ്ങനെ നനഞ്ഞതുകൊണ്ട് വെളിയിലാ കിച്ചണായിട്ടൊന്നും ഇല്ല, ഒരു ടാർപ്പ് ഇങ്ങനെ വലിച്ചു കെട്ടി അവിടെ ഒരു കല്ലൊക്കെ വെച്ച് ഇങ്ങനെ അടുപ്പ് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പുട്ടിങ്ങനെ ഉണ്ടാക്കുക. അപ്പൊ പപ്പ വരുന്നതിന് മുമ്പേ നമ്മളെ കഴിപ്പിക്കണം. അപ്പൊ അന്ന് കഴിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അമ്മ വളരെ വേഗതയിൽ ഇങ്ങനെ ഉണ്ടാക്കിയ. പക്ഷേ ഇങ്ങനെ ഇത് ആവി വരുന്ന സമയമാകുമ്പോ പപ്പ വന്നു, ഫുള്ള് കുടിച്ചിട്ടാ വന്നത്. പപ്പ എന്തെന്നറിയാവോ, ആ പുട്ടുകുടവും ആ അടുപ്പും എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞു. പ്രൈസലോ. ഇന്ന് ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കഴിക്കാൻ ഒന്നുമില്ല. ഞാനും എൻ്റെ അനുജനും കൂടെ ഒരു മൂലയിൽ ചെന്നിരുന്ന് കരയുക. ആമേൻ. ഒത്തിരി അനുഭവിച്ചു കുട്ടിക്കാലം. എൻ്റെ അമ്മ എപ്പോഴും പപ്പ ഒത്തിരിക്കും, എപ്പോഴും എൻ്റെ അമ്മ ആയതുകൊണ്ട് സഹിച്ചു നിന്ന്. പ്രിയപ്പെട്ടവരെ, അടി കിട്ടുമ്പോൾ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാന് ഇവരെ ഇടയിൽ, അന്ന് കുഞ്ഞാ, പപ്പ കാല് പിടിക്കും, പപ്പ എൻ്റെ അമ്മയെ അടിക്കല്ലേ, എൻ്റെ അമ്മയെ കൊല്ലല്ലേ, എൻ്റെ അമ്മയെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് നല്ല വിളിക്കും. പപ്പ കേൾക്കില്ല. ആ അടി പിന്നെ എനിക്ക് നേരെയാവും. അപ്പൊ അമ്മ ഒന്ന് വിളിക്കും, കൊച്ചിനും ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ചെറുതായിട്ട് അത് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിനടുത്തുള്ളവരുടെ പേരൊക്കെ പറഞ്ഞ് ഞാൻ വിളിക്കും. ഓടി വരണേ. ഒരു ആൻറ്റി ഉണ്ട്, കലയാൻറ്റി എന്ന പേര്, ഇന്നും അവരുണ്ട്. എൻ്റെ പപ്പയുടെ ആങ്ങള്
അമ്മ പുള്ളിയെയും വിളിക്കും. ഓടി വരണേ, എന്റെ അമ്മയെ അടിച്ചു കൊല്ലുന്നേ, പപ്പ അടിച്ചു കൊല്ലുന്നേ, ഓടി വരണേ എന്ന് പറഞ്ഞ് വിട്ട് നിലവിളിക്കും. ആ നിലവിളി കേൾക്കുമ്പോൾ അവരെല്ലാം ഓടി വരും. പക്ഷെ അവരങ്ങ് ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെയും ഞങ്ങളുടെ വീട് പഴയതുപോലെ തന്നെ. പക്ഷേ അവൻ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതെ ഇവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി കിടന്നുറങ്ങിയ സംഭവങ്ങളുണ്ട്. അവിടെ ചെന്ന് കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല. പപ്പ എല്ലാ ദിവസവും റോഡിൽ പോയി ഇരിക്കുന്ന ഒരു പതിവുണ്ട്. പോകുന്ന സമയം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അമ്മ ഉണ്ടാക്കി തരും. എന്നിട്ട് പറയും, മക്കളെ പോയി അവിടെ കിടക്ക്. ആമേ, ദുഷ്ടൻ വന്നാൽ, അല്ലെങ്കിൽ ദുഷ്ടനെന്നാ ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ദുഷ്ടനൊന്ന് മരിച്ചെങ്കിൽ എന്ന് വെച്ചാ സമാധാനമില്ല. ഇറങ്ങി പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, പപ്പയൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, പപ്പയൊന്ന് വണ്ടി ഇടിച്ചെങ്കിൽ എന്നൊക്കെ അന്ന് വാഗൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഒരു വസ്ത്രം മേടിച്ചു തന്നിട്ടില്ല. ഒരു വറുത്ത പപ്പടത്തിനു വേണ്ടി, ഒരു വറുത്ത മീനിനു വേണ്ടി കൊതിയോടെ ആമേ ആഗ്രഹിച്ചു നിന്ന അനുഭവങ്ങളുണ്ട്. ഇന്നും ആമേ ഹല്ലേലൂയ ഓർമ്മ വരികയാ. ഒരു വസ്ത്രം മേടിച്ചു തന്നിട്ടില്ല. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയതോടെ എല്ലാ അവസ്ഥകൾക്ക് ദൈവം മാറ്റം നൽകി. അങ്ങനെ ഇവനെയും കൊണ്ട് അമ്മ, കുഞ്ഞല്ലേ, ഞങ്ങൾ അടുത്ത വീട്ടിലെ ചെന്ന് കിടക്കുന്നത്. അവിടെ കിടക്കുമ്പോൾ രാത്രിയില് എൻ്റെ അമ്മയുടെ ഏങ്ങിയുള്ള കരച്ചില് ചെവി കേൾക്കാം. ഏകദേശം 11:30 മണിയൊക്കെ ആകുമ്പോ ആമേൻ അമ്മ കരയുക. മകളെന്ന നിലയില് എനിക്ക് ഉറങ്ങാൻ പറ്റിയല്ല. കുഞ്ഞാണ്. എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ പപ്പയെ ഒന്ന് പിടിച്ചു തള്ളണം എന്നൊക്കെ ഉള്ളിനകത്ത് ആഗ്രഹമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല, ലൈറ്റോ വെട്ടോ ഒന്നുമില്ല. പ്രിയപ്പെട്ടവര്, ആകെപ്പാടെ ഉള്ളത് മണ്ണെണ്ണ വിളക്ക. എഴുന്നേറ്റിക്ക് വരാൻ കഴിയത്തില്ല. വളരെ കമന്ന് കിടന്ന് കണ്ണുനീരോടെ കട്ടിലെ നനച്ചു, തലയണെ നനച്ചു. അന്ന് കുഞ്ഞു മനസ്സ് ചോദിച്ചൊരു ചോദ്യം എങ്ങനെയാ, ദൈവമുണ്ടോ? ദൈവം ഇത്ര ക്രൂരനാണോ? ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ ഒരു സമാധാനമില്ലല്ലോ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു പലവട്ടം ചോദിച്ചു. അങ്ങനെ കമന്ന് കിടന്ന് കണ്ണുനീര് കൊണ്ട് എപ്പോഴൊക്കെയോ ഉറങ്ങും. ഏത് സമയം ഉറങ്ങുന്നത് അറിയില്ല. ഉറങ്ങുന്നത് ഒരു അമ്മയുടെ കരച്ചിലേക്ക് കേൾക്കുന്നത്, വാരിയടിക്കുന്ന പാത്രങ്ങളുടെ ശബ്ദം, ഇടിയും അടിയും കൊണ്ട് ആ അടിയൊക്കെ ആമേൻ ചെവിയിൽ ആ സ്പോട്ടിൽ അതുപോലെ കേൾക്കാം. അപ്പൊ അതിന്റെ ആമേൻ വേദന എത്രമാത്രമാ. കുറെയൊക്കെ സഹിക്കാൻ കഴിയാതെ ആകുമ്പോഴാണ് അമ്മ നിലവിളിക്കുന്നത്. ആരും ചെന്ന് നോക്കത്തില്ല. ആരും അവർ പോയാൽ അവരെയും മർദ്ദിക്കും, തെറി വിളിക്കും. അതുകൊണ്ട് ആരും പോകത്തില്ല. പക്ഷേ ആമേൻ കാലങ്ങൾ കഴിയുന്ന മുമ്പേ പ്രാർത്ഥന അവിടെ ഉയരുവാൻ തുടങ്ങി. ആരാധന ശബ്ദം അവിടെ ഉയരാൻ തുടങ്ങി. മന്ത്രവാദം നടന്ന ഉൾറൂമിനകത്ത് പായിടുവാൻ തുടങ്ങി. ആരാധന വെളിപ്പെട്ടു. അവൻ അടുത്തുള്ള ആൾക്കാർ കടന്നു വരുവാനിടയായി തീർന്നു. ഈ 2 ആന്റിമാർ ആരാധന നടത്തുന്നത്. ഈ ആന്റിമാർ അവിടെ ആരാധന നടത്തുമ്പോൾ അവൻ ഏകദേശം 9-10 പേർക്ക് ഭൂതങ്ങൾ ഇളകും. ഈ ഭൂതങ്ങൾ ഇളകുമ്പോഴെല്ലാം ഈ ദൈവദാസിമാരാ അതിനെ ആമേൻ പ്രാർത്ഥിക്കുകയും ശാസിക്കുകയും അവർക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ റിലേറ്റീവിലുള്ള യേശുദാസൻ എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അക്കരയാ അവരുടെ വീട്. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ, ഇവിടെ ആരാധന നടക്കുമ്പോൾ, ഇവിടെ ഡ്രമ്മടി കേൾക്കുമ്പോൾ രാത്രിയില് ഈ മനുഷ്യൻ ആ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. പുള്ളി എന്തെന്നറിയാം, ഒറ്റക്കാലിൽ തുള്ളിക്കൊണ്ട് ചെറിയൊരു വഴിയാ, ആ വഴിയെ ഒത്തിരി താഴ്ച കൊണ്ട് പോയി വീണാൽ തീർന്നു തന്നെ. അതുപോലുള്ള വഴിയാ, ചെറിയ വഴിയാ. പകല് പോലും ഒരു മനുഷ്യന് നേരെ പോകാൻ പറ്റാത്ത ഒരു ചെറിയ വഴി, നമ്മുടെ ഷോർട്ട് കട്ട്. അല്ലാതെ വരാൻ വഴി ഉണ്ടെങ്കിലും ഇത് എളുപ്പം വരാണ്ട് വഴിയാ. വെട്ടും ലൈറ്റോ ഒന്നുമില്ല, പ്രകാശമൊന്നുമില്ല. പക്ഷേ ഈ മനുഷ്യൻ അവിടെ കിടക്കുമ്പോ ഈ മനുഷ്യനെ ഇത് തുള്ളി ആടി ഈ ആരാധനാ സ്ഥലത്ത് ഈ പായിൽ വന്നു വീണിട്ട്, അയ്യോ തീയുടെ ചൂട് എന്നെ അടിക്കുന്നേ, എനിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ലേ, തീയുടെ ചൂട് എന്റെ ശരീരം പൊള്ളുന്നേ എന്നും പറഞ്ഞ് ഈ പ്രാർത്ഥനാ സ്ഥലത്ത് കടന്നു വന്ന് അവരുടെ വീഴുകയും, ഇവിടെ മേലെല്ലാം ഭയങ്കര പൈശാചിക, ഞങ്ങളുടെ കുടുംബം മൊത്തം പൈശാചിക ബന്ധനത്തിലാണ്. ഞങ്ങളുടെ ബന്ധുക്കൾ, നമ്മുടെ രക്തബന്ധങ്ങളൊക്കെ എങ്ങനെയാ കുരുതികളൊക്കെ കൊടുത്ത ഒരു ഭവനമാ. മന്ത്രവാദങ്ങൾ ചെയ്ത ഭവനമാ. ആഭിചാരം ചെയ്ത ഭവനമാ. സമാധാനത്തിനു വേണ്ടി ആരെയും അനുസരിക്കാത്തൊരു ഭവനമാ. പക്ഷേ
ആമേൻ. കാലങ്ങൾ കഴിയുന്നതിന് മുന്നേ ഈ ആന്റിമാരുടെ പ്രാർത്ഥനയുടെ ഫലമായി ആമേൻ നീണ്ട 5 വർഷം, 1-2 ദിവസമോ മാസമോ ഒന്നും അല്ല, 5 വർഷം 3 മദ്യപാനികളുടെ നടുവില്, അമ്മ ചോർന്നൊലിക്കുന്ന വീട്ടില്, ചാണകം മെഴുകിയ വീട്ടില്, ആഹാരമില്ലാത്ത വീട്ടില്, ആമേ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗം അനുഭവിച്ചു. 5 വർഷത്തിന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദൈവം ഓരോന്നോരോന്നോരോന്നിനെയായി ഈ പെട്ടകത്തിനകത്ത് കൊണ്ടുവന്നു. ആമേൻ. ഞങ്ങളുടെ മുറ്റത്ത് ഒരു ദൈവസഭ പണിയുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. എൻ്റെ അപ്പച്ചൻ പെന്തക്കോസ്ത് ചർച്ചയിൽ കയറി പാസ്റ്ററെ പിടിച്ചതല്ലേ, ബൈബിളിലേക്ക് എടുത്തെറിഞ്ഞ ആ മനുഷ്യൻ ആമേൻ മരിക്കുന്നതിന് മുന്നേ ഈ ബൈബിളിനെ മാറോട് ചേർത്ത് പിടിച്ച് ആമേൻ ഏത് കൈ കൊണ്ട് ബൈബിളിനെ വലിച്ചെറിഞ്ഞു അതേ കൈ കൊണ്ട് ഇതിനെ ഉയർത്തിപ്പിടിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതികളെ ദൈവം മാറ്റി. ആമേൻ. ഇന്നും പല ഓർമ്മകൾ എൻ്റെ മുന്നിലോട്ട് കടന്നു വരികയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ 7 പഠിക്കുമ്പോൾ മാറി ഉടുക്കുവാൻ വസ്ത്രമില്ല. അന്ന് യൂണിഫോമാ. 5 ദിവസത്തിൽ ബുധനാഴ്ച മാത്രമാ കളർ ഇടുന്നേ. അതുപോലും ഇടാനില്ലാതെ കൂട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ട്. ഒന്നാമത് കമ്മലില്ല, മാലയില്ല, ആമേ ഭാഗ്യമായുള്ള ആഭരണം ഒന്നുമില്ല. അതുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ ഒറ്റപ്പെടലുകൾ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ മാറ്റിയത്, ആഭരണമൊക്കെ മാറ്റിയത്. അന്ന് മുതൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ബന്ധുക്കളുടെ കല്യാണത്തിന് പോയാൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ വന്ന് നിന്നേന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ട് പോകും. പക്ഷെ അവൻ എന്നെ വിളിക്കാറില്ല. കാരണം എൻ്റെ കഴുത്തിലും കാതിലും ഒന്നുമില്ലാത്തത് കൊണ്ട് അവർക്ക്, ഞങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ ഒരു ലജ്ജാകരമായ ഒരു അനുഭവം വന്നതുപോലെ അവരൊക്കെ പലയിടങ്ങളിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. ചെറുപ്പം മുതലേ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ ലക്ഷ്യയിലേക്ക് കടന്നു വന്നു. ആമേൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്നാനപ്പെടുവാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ആലയത്തില് അനേക ദേവദാസൻ വരുമ്പോൾ ഏത് ദേവദാസന്മാർ വന്നാലും ദൂത് പറയും, എൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ കണ്ടിരിക്കുന്നു. അപ്പൊ എൻ്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ എന്നെ കർത്താവിന്റെ വേല ചെയ്യണം. പക്ഷേ ഈ ആന്റിമാര് 5 വർഷം കഴിഞ്ഞ് അവര് വേറെ സ്ഥലത്തേക്ക് അവർ കടന്നുപോയി. അവർ വേറെ സ്ഥലത്ത് പോയി ചർച്ച സ്ഥാപിച്ചു. അവര് അനേകടങ്ങളിൽ ഇങ്ങനെ പോകുന്നവരാ. 5 വർഷം ഞങ്ങൾക്ക് വേണ്ടി നിന്നു. പക്ഷേ അവരൊരു ചർച്ചും പണിത് എൻ്റെ പപ്പയുടെ ആങ്ങളെ അവിടെ പാസ്സാക്കിയിട്ടാണ് ഇവരവിടെ നിന്ന് കടന്നു പോകുന്നത്. അപ്പൊ ആ ആലയത്തിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പാടാനും ആരാധിക്കുവാനൊക്കെ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അപ്പൊ ഞാൻ പറയും, ഏത് ദേവദാസന്മാർ വന്നാലും എൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് നിന്നെ കണ്ടിരിക്കുന്നത്, എൻ്റെ വേല നിന്നിലൂടെ ഞാൻ ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ദൂത് പറയുമായിരുന്നു. അപ്പൊ എന്താണോ എങ്ങനെയാണോ കർത്താവിന്റെ വേല ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് പ്രസംഗിക്കണം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാന് പഠിക്കുമ്പോ തന്നെ ഓർക്കുന്നുണ്ട്, കൺവെൻഷന് ഞങ്ങളെ പപ്പ കൊണ്ടുപോകും. ഇവര് രക്ഷിക്കപ്പെട്ടൊക്കെ കടന്നു. ഭയങ്കര ആദ്യ അനുഭവം, ഭയങ്കര തീഷ്ണതയാ. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ട് അതിനെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയാവോ, ഈ കൺവെൻഷൻ വെച്ച് ഞങ്ങൾ അതിനെ കളിക്കുമായിരുന്നു. അപ്പൊ ഞാനാണ് അതിന് ഗസ്റ്റ് പാസ്സായിട്ട്. അന്ന് സ്ത്രീകൾക്കൊന്നും അവസരങ്ങളില്ല. സഹോദരിമാരെല്ലാം മൗനമായിരിക്കട്ടെ എന്ന് പറഞ്ഞ അപ്പച്ചന്മാരൊക്കെ ആർക്കെങ്കിലും ഒരു പ്രബോധനം ഉണ്ടെങ്കിൽ അപ്പച്ചന്മാർ ഈ വചനം പറഞ്ഞ് എല്ലാവരും അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നു. പക്ഷേ ഞാൻ അവിടുത്തെ കൺവെൻഷൻ കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അനുജന്റെ ആങ്ങളയുടെ പാൻറ്റും ഉടുപ്പും ഇട്ട് അവന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഷൂവും, അന്നൊരു അലുമിനിയത്തിന്റെ പെട്ടിയുണ്ട് ചതുരത്തിലുള്ള, സ്കൂളിൽ കൊണ്ടുവന്ന് ഇതും തൂക്കിപ്പിടിച്ച് ബൈബിളും അതിനകത്ത് വെച്ച് പ്രാസംഗികർ വന്നിറങ്ങുന്ന പോലെ, കാറൊന്നും ഇല്ല എങ്കിലും കാറിൽ വന്നിറങ്ങുന്നതിലൊക്കെ അഭിനയിച്ച്. അപ്പം 2 കസേര ഇങ്ങനെ സ്റ്റേജ് ഇട്ടിരിക്കും, അതിൽ ഗസ്റ്റിന് ഒരു കസേര, അങ്ങനെ ആ കസേരയിലൊക്കെ ഇരുത്തി. ഹല്ലേലൂയ. അന്ന് ഒന്നും അറിയത്തില്ല. അറിയാവുന്നുള്ള യേശു കണ്ണുനീർ വാർത്തു, യഹോവ എന്റെ ഇടയനാകുന്നു, പിന്നെ അറിയാം അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഈ പാട്ട്, ഇത്രയും പാട്ടുള്ളൂ. അന്ന് ഉണങ്ങിയ കപ്പയുടെ തണ്ടും ഉണങ്ങിയ റബ്ബറിന്റെ കമ്പും പിന്നെ കാലി പൗഡറിന്റെ ടിന്നൊക്കെ മൈക്കായിട്ട് പിടിച്ചു വെച്ച് ഇങ്ങനെ അത് ഒച്ചത്തില് അടുത്തുള്ളവരൊക്കെ കാണാൻ വേണ്ടി അവർ കടന്നു വരും. പക്ഷെ കുറച്ച് നാൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടത്തുമ്പോൾ നമ്മുടെ പാട്ട് കേൾക്കാം. പാട്ടൊന്നും നമുക്ക് അറിയില്ല, താളവും മേളവും ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങ് പാടും. പക്ഷെ അതവർക്കൊരു ആശ്വാസമായി. പലരും എൻ്റെ അമ്മയുടെ നിലവിളിയായിട്ട് ഞാൻ കടന്ന് വിളിക്കുമ്പോൾ കടന്നു വന്ന ആന്റിമാരൊക്കെ പിൽക്കാലത്ത് ഞങ്ങളുടെ ഈ കൺവെൻഷൻ വെച്ച് കളിക്കുമ്പോൾ അവരെല്ലാം ഓഡിയൻസ് ആയിട്ട് വരുവാനിടയായി തീർന്നു.
അങ്ങനെ ഒരു സാഹചര്യം ദൈവം തന്നു. പക്ഷെ അന്ന് മുതലേ ദൈവം എൻ്റെ ഉള്ളിനകത്ത് ഭയങ്കര ഒരു ആർത്തി ഇട്ട് പ്രസംഗിക്കണം പ്രസംഗിക്കണം പ്രസംഗിക്കണം. അത് പതിയെ പ്രസംഗിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ലോ, ഉച്ചത്തിൽ പ്രസംഗിക്കണം. അന്നൊരു വെളിപ്പാട് ഒരു വചനമാണ് വെളിപ്പാടായിട്ട് കിട്ടിയേ, ഉറക്കെ വിളിക്കുക അടങ്ങിയിരിക്കരുത്. ആ ഒരു വചനം എന്നോട് ദൈവത്തോട് കത്ത, ഉറക്കെ വിളിക്കുക അടങ്ങിയിരിക്കരുതെന്നല്ലേ, ആയുസ്സുള്ളിടത്തോളം വിളിക്കണം. അങ്ങനെ ആമേൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആമേൻ 10 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുവാൻ ദൈവം കൃപ നൽകി. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയില് 19ാമത്തെ ദിവസം അഭിഷേകം പ്രാപിച്ചു. ആമേൻ. അഭിഷേകം പ്രാപിക്കുമ്പോൾ ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നും മറക്കാൻ പറ്റുന്നില്ല. അനുഭവത്തിൽ ഇങ്ങനെയായിരുന്നു, ഒരു വലിയൊരു പ്രകാശത്തിന്റെ ഗോളം എൻ്റെ മേൽ വീഴുന്നത് പോലെ എനിക്ക് തോന്നി. ആ പ്രകാശത്തിനകത്ത് ഞാൻ പ്രകാശത്തിനകത്ത് നിൽക്കുക, ആ പ്രകാശം എന്നെ മൂടിയിരിക്കുക. ആ ഒരു കാഴ്ച എനിക്ക് അനുഭവിക്കാൻ, പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലം ആമേൻ അറിയാമെങ്കിലും ആമേൻ ആത്മാവിന്റെ ആ ഒരു പ്രസൻസ് വെളിപ്പെട്ടപ്പോൾ നിന്നിടത്തല്ല പിന്നെ നിൽക്കുന്നത്. ബോൾ എറിയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ തുള്ളിച്ചാടി ആരാധിച്ച് ആ ദൈവമഹത്വം വെളിപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ അന്ന് മുതൽ പഠിക്കണം, അല്ലെങ്കിൽ ദൈവവേല ചെയ്യണമെന്നുള്ള വളരെ ആഗ്രഹത്തോടെ കാലങ്ങൾ മുന്നോട്ട് പോയി. 6 മാസം ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഒരു ഭാഗ്യം ദൈവം നൽകി. ചർച്ചകോടിന്റെ ഒരു ബൈബിൾ കോളേജ് അടൂര് പെനിയേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ CC തോമസ് എന്ന് പറഞ്ഞ ദൈവദാസൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ജോൺസൺ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, ചാക്കോ എന്ന് പറയുന്ന ദേവദാസൻ, ഇവരെല്ലാം ആ കാലങ്ങളിൽ ഞങ്ങളെ പഠിപ്പിച്ച് എൻ്റെ കൂടെ ഇവിടെ നിന്ന് കടന്നു വരുവാനും ഒരു സഹോദരിയോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ കടന്നുപോയി. 6 മാസത്തെ കോഴ്സ്. ആദ്യമായിട്ട് ആ വീട് വിട്ടൊക്കെ നിൽക്കുന്നത്, അമ്മയെ പിരിഞ്ഞ് നിൽക്കുന്നത്, അവിടെ പോയിട്ട് ഭയങ്കര അതിനോടൊക്കെ പൊരുത്തപ്പെടുവാൻ, അതൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളാണ്. പക്ഷെ ദൈവം അവിടെയൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒത്തിരി നല്ല നല്ല പ്രപ്പോസലൊക്കെ വന്നപ്പോഴും ഞാൻ ഒറ്റപ്പടി നിന്ന് എനിക്ക് ദൈവവേല ചെയ്യണം. അപ്പൊ നമുക്ക് ദൈവവേല എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എങ്കിലും പാസ്റ്റർ വിവാഹം കഴിക്കുന്നുള്ള ഒരു ചിന്ത മനസ്സിനകത്ത് വന്നു. അതുപോലെ ആഗ്രഹിച്ചതുപോലെ ഒരു ദൈവദാസനെ തന്നെ ദൈവം ജീവിതത്തിനകത്ത് ഭർത്താവായിട്ട് ദൈവം നൽകുവാനിടയായിത്തീർന്നു. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കടന്നുപോയി. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു 21ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം. 6 മാസം കഴിഞ്ഞതും ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രവർത്തനം നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് വന്നു പോയി. അങ്ങനെ ആ വീട്ടിൽ പോയി. ഒരു വീടാണ് ഞങ്ങൾക്ക് കിട്ടി ആദ്യമായിട്ട്. അവിടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഒരു ചെറിയ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ അതിനോടനുബന്ധിച്ച് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നു. അപ്പൊ ഒത്തിരി ദൂരമായതുകൊണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ വേറൊരു പ്രവർത്തനം ഞങ്ങൾ തുടങ്ങി. അത് കാട്ടാക്കടയ്ക്കടുത്തൊരു സ്ഥലമാണ്. ആ ഒരു വീട് വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ ആ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. അവൻ 6 മാസമായപ്പോൾ ആ ദേശത്ത് പോയി. ആ ദേശവും വളരെ പ്രതികൂലത്തിൽ നിറഞ്ഞൊരു ദേശമായിരുന്നു. ഞങ്ങൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ 2 ആത്മഹത്യകൾ നടന്നിട്ടുള്ള വീടാണ്. അവിടുത്തെ പിതാവും അവിടുത്തെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും, പിതാവ് തീ കൊളുത്തി മരിക്കുകയും ആ മകൾ ആറ്റിച്ചാടി മരിക്കുകയും ചെയ്ത് വീട് പൂട്ടിയിട്ടിരുന്ന ഒരു വീട്. ആ സന്ധ്യ ആകുമ്പോൾ ആ വഴി ആരും പോകത്തില്ല, പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള വീട്ടില് 6 മാസമുള്ള കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവിടെ കടന്നുപോയി. അന്ന് അവിടെ റോഡ് സൈഡിലെ ചർച്ചെങ്കിലും മെറ്റില് കൊണ്ട് നിറഞ്ഞ് ടാറൊന്നും ഇടാത്ത ഒരു അനുഭവം. ഏത് ബൈക്കും ആ ചർച്ചിന്റെ അടുത്ത് വീഴും. അങ്ങനെ അതുപോലെ ട്രാൻസ്ഫോമർ ഒന്നുമില്ല, വളരെ ചെറുതായിട്ട് കത്തുന്ന ലൈറ്റ്. അന്നത്തെ ഇതുപോലത്തെ നമ്മുടെ 0 വോൾട്ടിനെ പോലെ ഉള്ള പ്രകാശം. അങ്ങനെയുള്ള വീട്ടിനകത്ത് നേരെ വീടൊന്നും അവർ ക്ലീൻ ആക്കിയിട്ടില്ല. മൺകട്ട കെട്ടിയ വീടാ. ആസ്പെറ്റാസ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പണി തീർന്നതിന് മുന്നേ ഇവരെ 2 പേരും മരിച്ചത്. ഈ മരണം കാരണം ഈ ആന്റിക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ടായി. ആന്റിയുടെ പെങ്ങളെ വീട്ടിൽ നിൽക്കുക. പെങ്ങള് ഞങ്ങളുടെ പപ്പയുടെ വിശ്വാസിയാ. പപ്പ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനായിരുന്നു. പാസ്റ്റർ പപ്പ, എൻ്റെ ഹസ്ബൻഡിന്റെ പപ്പ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അനേക സഭകൾ സ്ഥാപിച്ചു. ന്യൂ ഇന്ത്യ പ്രസ്ഥാനത്തോട് ചേർന്ന് അപ്പുക്കുട്ടൻ എന്ന പേര്. അപ്പുക്കുട്ടൻ പാസ്റ്റർ മരുമകളാ ഞാൻ. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. അവിടെയും ഒരു ആ പ്രവർത്തനത്തെ ദൈവം വിശാലപ്പെടുത്തി. അവിടെ ഒത്തിരി ത്യാഗം അനുഭവിച്ചു. 6 മാസമുള്ള കുഞ്ഞിനെ കൊണ്ട് കിടക്കാൻ ഒരു കട്ടിലില്ല. അങ്ങനെ അട്ടയും അതുപോലെ പാമ്പും പലവിധമാകുന്ന ക്ഷുദ്രജീവികൾ ആ ചുവരിന് സിമന്റ് കൊണ്ട് തേച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എങ്കിലും
അതൊക്കെ സഹിക്കുവാനും, വെള്ളമില്ല, വെള്ളം ഒത്തിരി ദൂരെ പോയാൽ വെള്ളം കൊണ്ടുവരുന്നത്, അങ്ങനെയൊക്കെ അവിടെ ഒത്തിരി സഹിച്ചു. കർത്താവിന് വേണ്ടി അനേക ആത്മാക്കൾ അവിടെ കടന്നു വന്നു. 2 പടുകുറ്റ CSI ചർച്ചിന്റെ നടുവിലാണ് ഈ ഞങ്ങൾ പ്രവർത്തനം. നിറച്ച ആൾക്കാർ അവിടെ വന്നു. ഒരു കാലത്തും അച്ഛന്മാര് CSI അച്ഛന്മാര് പോകാത്ത വീടുകളായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വിസിറ്റ് ചെയ്ത് ഇവരെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ അച്ഛന്മാരും ഡീക്കന്മാരും പോയിട്ട് എന്തെന്നറിയാവോ, SIC സർട്ടിഫിക്കറ്റ് പറഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് പലതിൻ്റെ വീടുകളിൽ പോയി പലതിനെയും ബ്രെയിൻ വാഷ് ചെയ്ത് ചിലതൊക്കെ പിന്മാറിപ്പോയി, ചിലതൊക്കെ കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ പോകുമ്പോൾ ചെറിയ പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു അനുജനുണ്ട്. പുള്ളി വിദേശത്ത് പോകുവാൻ വേണ്ടി ദൈവം ഒരു ഭാഗ്യം നൽകി. അങ്ങനെ വിദേശത്ത് പോയി ഏകദേശം വരാൻ 2 ആഴ്ച മാത്രമേ ഉള്ളൂ. 2 ആഴ്ച ഉള്ളപ്പോൾ പുള്ളി ഇങ്ങനെ കിടന്നുകൊണ്ട് 7 എടുത്ത് കുടിച്ച് അത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി ശ്വാസം കിട്ടാതെ പുള്ളിക്കാരൻ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയും, പുള്ളി ഇത്തിരി വിദ്യാഭ്യാസമുള്ളത്, ഇലക്ട്രീഷ്യനാണ്. ഒത്തിരി ടെസ്റ്റുകളൊക്കെ നാട്ടിൽ എഴുതിയിട്ടാ പോയത്. അപ്പോൾ വരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. രാത്രി 10 മണിയായപ്പോൾ ചേട്ടത്തി എന്നും ചേട്ടാന്നും വിളിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നു. 1 മണിയായപ്പോൾ ഞങ്ങൾ മരണ വാർത്തയാണ് അറിയുന്നത്. അന്ന് ഇതുപോലത്തെ വാട്സപ്പ് സംവിധാനമൊന്നുമില്ല. ഇങ്ങനെ വിളിച്ചയാൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു രതീഷ് കുമാർ മരിച്ചു പോയെന്ന്. പിന്നെ വിളിച്ചിട്ടോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അന്ന് മെയിൻ ബാലൻസിൽ ഉണ്ടായിരുന്ന പൈസ അന്ന് ഒരു കോളിന് 10 രൂപയാണെന്ന് തോന്നുന്നു. 9 രൂപ 10 രൂപ ഒരു കോളിന്റെ പൈസ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ വേറൊരു വ്യക്തി എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, ഇത്തിരി സീരിയസ് ആണെന്ന് മാത്രം പറഞ്ഞ് പുള്ളിയും കട്ട് ചെയ്തു. പക്ഷെ പുള്ളി ആ സ്പോട്ടിൽ തന്നെ മരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി. ഞങ്ങൾക്കൊരു ഭവനം വയ്ക്കുവാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ പോയത്. പക്ഷേ ഭവനം വയ്ക്കുവാൻ കഴിയാതെ വണ്ണം 13-ന്റെ അന്ന് ജീവനറ്റ ബോഡിയാണ് വീട്ടുമുറ്റത്ത് വരുവാനിടയായിത്തീർന്നത്. ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകുക. ഞങ്ങൾക്ക് BBS നടത്തുവാൻ വേണ്ടി പുള്ളിക്കാരൻ കാശ് അയച്ചു തരും. ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി പുള്ളി നന്മകൾ നൽകും. അപ്പം നമ്മുടെ ആശ്രയം മുഴുവനും പപ്പയും ആ സഹോദരനുമായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീടും മുഴുവനും മൂകത കൊണ്ട് നിറഞ്ഞു. പല ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എഴുതിയ 2 ടെസ്റ്റിന്റെ റിസൾട്ട്, ജോലിക്കുള്ള അതിന്റെ ആ പേപ്പർ പപ്പയുടെ കയ്യിലാ കിട്ടിയേ. പപ്പയ്ക്ക് അതൊരു ഷോക്കായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരൻ മരിച്ചു 2 വർഷമായതും പപ്പയും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ആശ്രയിച്ച കൊമ്പിനെയൊക്കെ ദൈവം വെട്ടിക്കളഞ്ഞു. എല്ലാ സേഫ് സോണുകളെയും കർത്താവ് പൊട്ടിച്ചു. ഞങ്ങളുടെ ആശ്രയം അവരിലായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കണമെന്നൊക്കെ പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. മീൻ വേണമെന്ന് പറഞ്ഞാൽ പപ്പ മേടിച്ചു കൊണ്ടുവരും. അതുപോലെ എന്ത് വേണമെന്ന് പറഞ്ഞാലും അവരെല്ലാം സഹായിക്കുമായിരുന്നു. 2 മരണവും 2 വർഷത്തിൽ 2 മരണം നടന്നപ്പോൾ ബന്ധുക്കാരും ചാർച്ചക്കാരും അയൽവാസികളൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കിത് സംഭവിച്ചു? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? നിങ്ങൾ അനേകർക്ക് വേണ്ടി ഉപവസിക്കുകയും ദൂത് പറയുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അനേക ചോദ്യങ്ങളിലൂടെ കടന്നുപോയി. പലരും അകന്നു മാറി. എല്ലാവരും ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് ഒരു റൂമിനകത്ത് ആയിരിക്കുമ്പോൾ എൻ്റെ പപ്പ ഇവിടെ, ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ചർച്ചിലെ പപ്പ 9 മാസം ഇരിക്കുമ്പോഴാണ് പപ്പ മരിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസികൾ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഇവിടെ സഭയിലേക്ക് വരാമോ എന്ന്. അന്ന് ഞാൻ 2ാമത് മോളെ ഗർഭിണി 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് പപ്പ മരിക്കുന്നത്. 5ാം മാസത്തെ സ്കാനിങ്ങിന് പൈസ തന്നത് പപ്പയായിരുന്നു. പക്ഷെ 7ാം മാസത്തെ സ്കാനിങ്ങിന് പപ്പയില്ല. അങ്ങനെ ഈ വിശ്വാസികൾക്ക് മറുപടി പറയണം. ഞാൻ പറഞ്ഞു നാളെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ദുഃഖത്തിലായിരിക്കുന്ന ആ ഭവനത്തിന്റെ ആ റൂമിനകത്ത് കയറിയിട്ട് ഞാൻ കർത്താവേ, ഈ ചർച്ചിലേക്ക് ഞങ്ങളെ വിളിക്കുന്നു. 45 വർഷം പഴക്കമുള്ള ഈ ചർച്ചിൽ കുറച്ച് വിശ്വാസികളെ ഉള്ളൂ. അവരൊരു കാര്യം ചോദിച്ചാൽ, ഒരു ഡൗട്ട് ചോദിച്ചാൽ, ബൈബിളിലെ ABCD അറിഞ്ഞുകൂടാത്ത എനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ അറിയില്ല കർത്താവേ. എനിക്ക് യാതൊന്നും അറിയാത്ത ഒരു പൊട്ടിയാ ഞാൻ. എന്നെ അവിടെ കൊണ്ടുപോയി നാണം കെടുത്താനാണോ നിന്റെ പരിപാടി? അവിടെ പോകണോ കർത്താവേ? എനിക്കൊന്നും അറിയില്ലപ്പാ. എനിക്ക് അന്നും പാട്ട് താളമൊന്നും ഇല്ലെങ്കിൽ കൈയടിച്ച് പാടും, അന്യഭാഷയിൽ ആരാധിക്കും. എനിക്ക് ആരാധിക്കാൻ മാത്രമേ അറിയാവുള്ളൂ കർത്താവേ. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഒന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറഞ്ഞ് പലപ്പോഴും പിന്മാറാൻ വേണ്ടി ആ രാത്രി നോക്കുമ്പോൾ ദൈവം ഒരു വെളിപ്പാട് തന്നു. വചനം ഇങ്ങനെയായിരുന്നു, മോശയുടെ വായോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ
വായോട് കൂടെ ഇരിക്കുമെന്ന്. ആ ഒരു ശബ്ദത്തിങ്ങൾ ഈ ദേശത്തിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. അതിന് ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി, അതുകൂടെ വേഗം ഒന്ന് പറയട്ടെ. ഈ 2 മരണവും നടന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തികഞ്ഞൊരു പിന്മാറ്റക്കാരനായി. അനുജന്റെ മരണത്തോടനുബന്ധിച്ച് താൻ താടിയൊക്കെ വളർത്തി ആരാധനയ്ക്കൊക്കെ പോകുമെങ്കിലും പണ്ടത്തെ പോലത്തെ ആരാധന ഒന്നുമില്ല. താൻ പറഞ്ഞു, പപ്പ മരിച്ചത് പോട്ടെ, അത് പ്രായമായെങ്കിലും പറയാം, പക്ഷെ എൻ്റെ അനുജനെ രക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തെ ഞാൻ ഇനി സേവിക്കത്തില്ല. എന്നെ അനുജനെ രക്ഷിച്ച് ഞാൻ സന്തോഷത്തോടെ അവന് ടാറ്റ കൊടുത്ത് എയർപോർട്ടിൽ നിന്ന് യാത്ര അയച്ച് തിരിച്ച് അവന്റെ ബോഡി ഏറ്റുവാങ്ങേണ്ട ഗതിയാണോ എൻ്റെ ജീവിതത്തിനകത്ത് വന്നതെന്ന് പറഞ്ഞ് അവരിരുവരും പിണങ്ങുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടിലെ കിളികളെ പോലെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മാറിയിടുകയും അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടെ ഉള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷെ ഈ വേർപാട് ഞങ്ങളെ മാനസികമായി തളർത്തിക്കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വേഗം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ആ വേദനാജനകമായിരിക്കുന്ന അനുഭവത്തില് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പാസ്റ്റർ പണി നടത്തി എവിടെയെങ്കിലും ഒരു വിശ്വാസിയായിട്ട് ഇരിക്കാം, എൻ്റെ അനുജനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ദൈവത്തിനെന്ന് പറഞ്ഞ് മനസ്സ് മുറിവേറ്റവനായി ആരോടും പറയുവാൻ കഴിയാതെ വളരെ അനുഭവത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെളുപ്പിനെ 3:30 ആയപ്പോൾ ഒരു ദൈവശബ്ദം, ദൈവദൂതനെ പോലെ ഒരു വ്യക്തി വന്നോട് പറയുക, നീ എൻ്റെ വേല ചെയ്യണം. അപ്പൊ പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ഇനി നിന്റെ വേല ചെയ്യത്തില്ല, ഞാൻ ഈ പരിപാടിയോടെ നിർത്തി. എന്തുകൊണ്ട്? ഞാൻ എങ്ങനെ പറയും? ദൈവം എല്ലാവരും വിടുവിക്കും, എല്ലാവരെയും സൗഖ്യമാക്കി രക്ഷിക്കും, മരണത്തിൽ നിന്ന് നീക്കുമാക്കി എടുക്കുമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് എൻ്റെ അനുജന ദൈവം അങ്ങേക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പിടിവാശിയാണ് പറയും. അടുത്ത 2ാമതും പറഞ്ഞു, നീ എന്നെ വേല ചെയ്യണം. പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യത്തില്ല. അടുത്ത് ഈ 3ാമത് ഈ ശബ്ദം കേൾക്കുക, നീ എൻ്റെ വേല ചെയ്യണം, കുറച്ചുകൂടി അധികാരത്തോടെ. നീ എൻ്റെ വേല ചെയ്തില്ലെങ്കിൽ നിന്റെ മൂത്ത മകനെ ഞാൻ തൊടുമെന്ന് പറഞ്ഞു. അന്ന് മൂത്ത മകന് 3 വയസ്സിനകം പ്രായമുള്ളൂ. ഇതൊരു ദൈവശബ്ദമാണോ എന്തെന്ന് പുള്ളി അറിയത്തില്ല. പുള്ളി പിറ്റേന്ന് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടു കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്ക്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ചർച്ചിൽ പോകണം, പിടിവാശിയൊക്കെ കളയണമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. എന്നോട് ദേഷ്യമാ. വളരെ മുഖമൊക്കെ മാറി വല്ലാത്തൊരു അനുഭവത്തിലൂടെ കടന്നുപോയേ. പക്ഷേ 2 ആഴ്ച കഴിയുന്നതിന് മുന്നേ മൂത്ത കുഞ്ഞ് പെട്ടെന്ന് അവൻ കരയാൻ തുടങ്ങി. പെട്ടെന്ന് പാല് കുടിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കുവാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 7 ദിവസം കാട്ടാക്കട മമൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്, രാത്രിയും ഉറങ്ങുന്നില്ല, പകലും ഉറങ്ങുന്നില്ല, ഞങ്ങൾ ഉറക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കുവാൻ കഴിയാതെ. ഇപ്പൊ ഡോക്ടർമാർ കണ്ടുപിടിച്ച് തൊണ്ടയിൽ എന്തോ സംഭവമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആന്റിബയോട്ടിക്കും ഇതൊക്കെ കൊടുത്തിട്ട് ഒരു കുറവുമില്ല. ദിവസങ്ങൾ കൊണ്ടുള്ള ഉറക്കളിപ്പ്, ഇവനാകെ ക്ഷീണിച്ച് തളർന്ന് ഇവൻ കഴിക്കാതെ ആയപ്പോൾ ശരീരമൊക്കെ അങ്ങ് വല്ലാത്തൊരു അനുഭവത്തിലായി. ഡോക്ടർമാർ രാത്രി വിളിച്ചോട്ട് പറഞ്ഞു, ഞങ്ങൾ പഠിച്ചതൊക്കെ ഞങ്ങൾ ചെയ്തു, നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആ രാത്രിയിൽ കർത്താവ് ഇനി എവിടെയാ കൊണ്ടുപോകേണ്ടത്? ആരുമില്ലല്ലോ, ഞങ്ങൾക്ക് സഹായിപ്പാൻ ആരുമില്ല, ഒന്ന് ഓടി വരുവാൻ ആരുമില്ല, ഒരു 100 രൂപ എടുത്ത് തരുവാൻ ആരുമില്ല, അപ്പനില്ല, സഹോദരനെ എവിടെ കൊണ്ടുപോകാനാ എന്ന് പറഞ്ഞ് ആ വരാന്തയിൽ ആ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് രാത്രി 12 മണിയായപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് ഇങ്ങനെ നടക്കുക. ഇവൻ കരച്ചിൽ നിർത്തുന്നില്ല, ഭയങ്കര കരച്ചില്ല. ഈ കരച്ചിൽ കേട്ട് ഞങ്ങളും അറിയാതെ കരയുക. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്ററിന് ഓർമ്മ വന്നു, തലേന്ന് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുന്നേ കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിന് നടുവിൽ പറഞ്ഞു, അവിടെ മുട്ടുകുത്തി ആ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ആ രാത്രിയിൽ ആ മമൽ ഹോസ്പിറ്റലിന്റെ ആ വരാന്തയിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അപ്പാ, ഞാൻ അങ്ങയുടെ വേല ചെയ്യാം, എന്റെ കുഞ്ഞിന് ഇപ്പോ ഒരു വിടുതൽ ദൈവം നൽകണം. ഇനി ഒരു മരണം, ഒരു അനർത്ഥം എന്റെ കുടുംബത്തിനകത്ത് വന്നാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. 2 എണ്ണം കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ അങ്ങയുടെ വേല ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് ഉറങ്ങി. ആ രാത്രി 1 ആഴ്ച കൊണ്ട് ഉറങ്ങാത്തവൻ സമർപ്പിച്ച് ദൈവകരങ്ങൾ അല്ലെങ്കിൽ ആ സമർപ്പണത്തിന് നടുവിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് ഉറങ്ങുകയും ഉറങ്ങി അവൻ പാല് കുടിക്കുകയും 2 ദിവസത്തിനകം വീട്ടിൽ ഡിസ്ചാർജ് ആയി കടന്നു വരുവാനിടയായി തീർന്നു. ഇന്ന് മൂത്ത മകന് 17 വയസ്സുണ്ട്, +2 ഇനി പഠിക്കുന്നത്. അങ്ങനെ ഹല്ലേലൂയ. ഈ പുസ്തകം പിന്നെയും എടുക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഭാഗ്യം നൽകി. ആമേൻ. ഞങ്ങളെ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന VA തമ്പിച്ചായൻ പാസ്റ്റർ കാട്ടാക്കട ഒരു ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ തലയിൽ കൈവച്ച്
അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ വെള്ളറുടെ പൊന്ന വിദേശത്തിലേക്ക് ഞങ്ങൾ അയച്ചു. 6 മാസം ഗർഭിണിയും ഒരു മൂത്ത കുഞ്ഞുമായിട്ട് അമ്മയുണ്ട്, ഞങ്ങളെ കൂടെയായിരുന്നു. അമ്മ കഴിഞ്ഞ ഓഗസ്റ്റ് 24-ാം തീയതി അമ്മയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ശുശ്രൂഷയ്ക്കൊക്കെ വളരെ താങ്ങും സഹായവും, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അമ്മയായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ ഇന്നും ഒരു തീരാവേദനയായിട്ട് ഞങ്ങളുടെ ജീവിതം, ആ ഒരു വേർപാട് സഹിക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഇത് മീറ്റിങ്ങിന് കയറുന്നതിന് തൊട്ടു മുന്നേ അമ്മേ ഞാനും ഹസ്ബൻഡ് കൂടെ ഇവിടെ ഇരുന്ന് പറഞ്ഞു, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ ഓർമ്മ, അമ്മ കിടന്ന റൂം, അമ്മ എപ്പോഴും അമ്മ കുഞ്ഞുങ്ങളെ വിളിക്കുകയും ആ ഒരു ചിന്ത ഇങ്ങനെ വന്നപ്പോൾ വളരെ ഭാരം തോന്നുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ആമേനെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്, അവിടെ പോയി കാണാമെന്ന പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നു. ഞങ്ങളിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. വലിയ വലിയ സെൻട്രൽ പാസ്റ്റർമാരുന്ന ചർച്ച ഇവിടെ. കൂട്ടുദേവദാസന്മാരൊക്കെ പറഞ്ഞു 3 മാസം പോലും ഇവരിവിടെ തേക്കത്തില്ല, ഇവരെ കൊണ്ടൊന്നും പറ്റുകയില്ല. എന്ന് പറഞ്ഞവിടെ നടുവിൽ 13 വർഷം തേക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ചർച്ചിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. താമസിക്കുവാൻ ചർച്ചിനോട് ചേർന്ന് ഒരു റൂമും ഒരു കിച്ചണും. 6 മാസം 7 മാസം 8 മാസം ഒക്കെ പോകുമ്പോൾ ഒന്ന് കിടക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്തൊരു അനുഭവമായിരുന്നു. എങ്കിലും അതൊന്നും ആരോടും പിറുപിറുക്കാതെ കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് അനേക കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അതിന്റെ നടുവിൽ ദൈവം പിടിച്ചു നിർത്തി. 7-ാം മാസം സ്കാനിങ്ങിന് പോകാൻ വേണ്ടി കയ്യിൽ 1 രൂപ ഇല്ലാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുക. കർത്താവ് 5-ാം മാസം സ്കാനിങ്ങിന് പൈസ തരാം പപ്പയുണ്ടായിരുന്നു. ഈ 7-ാം മാസത്ത് ആരുടെ മുമ്പിൽ പോയി ചോദിക്കും? അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ പാസ്റ്റേജിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ 2 ആന്റിമാര് കടന്നു വന്നപ്പോൾ അവിടെയുള്ള ഒരു ജോലിക്കാരി പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെവിടെ ദൂരെ നിന്ന് വരുന്ന ആന്റിമാരാ, ഇവർ വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ഒരു വിടുതൽ അവരുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ചു. അവർ പോകാൻ സമയത്ത് ഒരു ആന്റി 500 രൂപ, ഒരു ആന്റി 200 രൂപ, അങ്ങനെ 700 രൂപ. അന്ന് 700 രൂപ വേണം സ്കാനിങ്ങിന്. ആ 700 രൂപ അറിയപ്പെടാത്ത പരിചയമില്ലാത്ത വ്യക്തിയിലൂടെ ദൈവം നൽകി. അന്ന് മുതൽ ഇന്ന് വരെ ഒന്നിനും കുറവില്ലാതെ ദൈവം ഞങ്ങളെ നടത്തുന്നു. സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന് തെളിയിച്ചു തന്നു. ഈ ലോകത്തിലെ ആശ്രയവും ഈ ലോകത്തിലെ അപ്പനും അമ്മയും എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഉയരത്തിലൊരു അപ്പനുണ്ട്. അപ്പന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ടെന്ന് അനുഭവത്തിലൂടെ ദൈവം ആമേൻ ഞങ്ങളത് പഠിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ അവസ്ഥ വളരെ ശൂന്യമായ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം ഒരു നിയോഗം പോലെ 3 നില ബിൽഡിങ്ങിന് ഒരു ദർശനം തന്നു. എല്ലാം പാവപ്പെട്ട വിശ്വാസികളാണ്. കശുവണ്ടി ഫാക്ടറികളും എല്ലാവരും തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സഹോദരിമാരൊക്കെ ജോലിക്ക് പോകുന്നവർ. അങ്ങനെയുള്ള ആ ചർച്ചിൽ ദൈവം തന്ന പ്ലാൻ ഇങ്ങനെയായിരുന്നു. 3 നില ബിൽഡിങ്ങിന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. ഓരോ പിക്ചർ വെച്ച് അവരിൽ ഒട്ടിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആമേൻ ദൈവം ചില വഴികളൊക്കെ തുറന്നു. ചില കുടുംബങ്ങളെ ദൈവദേശത്ത് നൽകി. ഞാൻ നേരത്തെ പറഞ്ഞു 3 മാസം ദയക്കത്തില്ല എന്ന് പറഞ്ഞവിടെ നടുവില് ഒരു സഹോദരിക്ക് ദൈവം ഒരു വിടുതൽ കൊടുത്തു. അതാ ഞങ്ങൾ ഇവിടെ ദൈവം കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ആ കുടുംബത്തെ ദൈവം വിടുവിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു ഈ പൊന്നം വിദേശത്ത് വരണമെന്ന്. ഇഷ്ടമില്ലാത്തടുത്ത് ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ടും ദൈവത്തിന് ചില പദ്ധതികൾ ഞങ്ങളിലൂടെ ചെയ്യിപ്പിക്കണമെന്നുള്ളത് കൊണ്ടും ദൈവം ഞങ്ങളെ ദേശത്ത് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരി അവൾ ഗർഭിണി, അവളുടെ
മേൽ പൈശാചിക ശക്തി കൂടി കയറിയിട്ട് അമ്മേ ഭദ്രകാളി എന്ന് പറഞ്ഞ പൈശാചിക ശക്തിയാ. അമ്മേ വീട്ടുകാർക്കും സ്വന്തം ഭർത്താവിനൊക്കെ ഭയം ഉളവാക്കുന്ന രീതിയിൽ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ആ ദേവി എന്ന ഹോസ്പിറ്റലിന്റെ പേര്. ഈ ഹോസ്പിറ്റലിൽ കൈയും കാലും കെട്ടിയിട്ടിരുന്ന ഒരു സഹോദരി. ആമേൻ. അമ്പുരിക്കടുത്തൊരു സ്ഥലമുണ്ട്, ആറുകാണി. അവിടെ മന്ത്രവാദങ്ങളും ഇതുപോലെയുള്ള കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു പൂജാരി അല്ലെങ്കിൽ ആദിവാസികളുടെ ഇടയിൽ കൊണ്ടുപോയി ഏകദേശം 80,000 രൂപ കൊടുത്ത് മന്ത്രവാദം ചെയ്തിട്ടും വിടുതൽ കിട്ടാതെ സ്വന്തം അമ്മ പറഞ്ഞു, ഇവളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, കാരണം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഈ പൈശാചിക ശക്തി വരുമ്പോൾ തലവേദന, പുറം തലവേദന ആദ്യം വരുന്നത്. വിരലിങ്ങനെ വെട്ടും, ഉടനെ അവൾ ആള് മാറും, മുടി പിരിച്ചിടും, നാക്ക് വെളിയിലോട്ട് തള്ളും. 5-6 സഹോദരന്മാർ ഒരുമിച്ച് പിടിച്ചാൽ അവരെയൊക്കെ നിഷ്പ്രയാസം തൂക്കി ഇങ്ങനെ എറിയുന്നൊരു അനുഭവമായിരുന്നു. അങ്ങനെയുള്ള ഒരു സഹോദരിയെ ഈ ദേശത്തുണ്ടായിരുന്നു. 22 വയസ്സേ ഉള്ളൂ. പക്ഷേ കൃപയാൽ 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 ഹല്ലേലൂയ. ഒരു ദിവസം രാത്രി 11:30 ആയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടെ വന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ പാസ്റ്റർ അമ്മ പറഞ്ഞു, എടാ, നിനക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല. സത്യമാ, പരിചയമില്ല. ഇങ്ങനെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചല്ലാതെ ഇങ്ങനെ ഇളക്കി വിടാനും ഇങ്ങനെ ഓട്ടിക്കാനുള്ള അങ്ങനെ ഒരു കൃപ അങ്ങനെയൊന്നുമില്ല. നീ പോകണ്ട. മാത്രമല്ല, നിന്റെ അവള് ഗർഭിണിയായിരിക്കുക. നീ വല്ലതിനും ചെന്ന് പ്രാർത്ഥിച്ച് വല്ലതൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോകണ്ടെന്ന് അവർ പറയുമ്പോൾ വന്നവര് പാസ്റ്ററെ കൊണ്ടുപോയി പോകത്തുള്ളൂ. ഹല്ലേലൂയ. കുറച്ച് ആൾക്കാരുണ്ട്. പാസ്റ്റർ അകത്ത് കയറി ഒരു വാക്ക് പ്രാർത്ഥിച്ച, കർത്താവേ, എനിക്ക് ഭൂതം ഒഴിപ്പിച്ചോ, ഒന്നും എനിക്ക് പരിചയമില്ല, പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു അത്ഭുതം നടക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ കടന്നു പോകുക. റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ തന്നെ ആ റോഡ് മുഴുവൻ ആൾക്കാർ നിൽക്കുക. ഇവരൊരു കൂട്ടുകുടുംബമാണ്. ഇവരെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, ഇവരെല്ലാം വന്ന് നിൽക്കുക. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവർക്ക് ഈ പൈശാചിക ശക്തി വരുമ്പോ മീന് കഴുകിയ വെള്ളം എടുത്തൊഴിച്ച്, അത് പറഞ്ഞോന്ന് എനിക്കറിയില്ല, മീന് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കും. ക്ലോസറ്റിൽ ചൂലുമുക്കി അത് ശരീരത്തില് തളിച്ചു കൊടുക്കും. എന്തെന്നറിയാമോ? ഈ പിശാച് വിട്ടുപോകാൻ വേണ്ടി. പിന്നെ ഒത്തിരി അടി കൊടുക്കും. പക്ഷേ അത് ബോധം വീഴുമ്പോൾ ആ സഹോദരിക്ക് ഭയങ്കര വേദനയാ. അങ്ങനെ വീട്ടുകാർക്ക് സഹികെട്ട് സ്വന്തം അമ്മ പറഞ്ഞു, മരിച്ചെങ്കിൽ മതിയായിരുന്നു, മോള് മരിച്ചു കിട്ടിയെങ്കിൽ. അങ്ങനെയുള്ള ആ സമയത്ത് ഞങ്ങള് എങ്ങനെയോ കടന്നു വന്നു. അങ്ങനെ പാസ്റ്റർ വീട്ടിലേക്ക് പോകുമ്പോൾ അത്രയും സമയം വയലന്റ് ആയിട്ട് നിന്ന ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് ആ പൈശാചിക ശക്തി വിട്ടുപോയി. അവൾ നോർമലായി. പാസ്റ്റർ വീട്ടിലെ കോമ്പൗണ്ടിൽ കാലെടുത്തു വെച്ചത് അതാ ദൈവപ്രവൃത്തി. അവരെല്ലാം ഭയങ്കര പാരമ്പര്യത്തിൽ കെട്ടപ്പെട്ട കുടുങ്ങപ്പെട്ട അനുഭവമാണ്. പക്ഷെ ഇവിടെ ഇത് പാസ്റ്റർ കാലെടുത്ത വീട്ടിന്റെ മുറ്റത്ത് കോമ്പൗണ്ടിൽ വെച്ചത് ഇവൾ നോർമലായി. ഇവൾ സംസാരിക്കാൻ തുടങ്ങി. എന്തിനാ കൊച്ചിച്ചാ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നേ, ആരൊക്കെയാ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങ് സംസാരിച്ചു. അവിടെ വേറെ ഒന്നും ചെയ്തില്ല. ഒരു ഗ്ലാസ് വെള്ളവും പ്രാർത്ഥിച്ചു കൊടുത്ത്, ഒരു ബോട്ടിൽ അല്പം വെളിച്ചെണ്ണയും പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 91 സങ്കീർത്തനം കാണാതെ പഠിക്കാൻ പറഞ്ഞു. അതിന്റെ 10ാമത്തെ വാക്യം മനഃപ്പാടമായിട്ട് മൊത്തം കാണാതെ പഠിച്ചു. എപ്പോഴും ഇത് പറയണം, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ എടുക്കയില്ല, അതിന് മുന്നേ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, പറ. അങ്ങനെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളവും എണ്ണയൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, തലവേദനയല്ലേ ഇതിന്റെ ആരംഭം. തലവേദന വരുമ്പോ ഉള്ളം കയ്യിൽ ആ എണ്ണ എടുത്ത് യേശുവിന്റെ രക്തം പറഞ്ഞ് നെറ്റില് പുരട്ടാൻ പറഞ്ഞു. അതുപോലെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഒരു വ്യത്യാസം ദൈവം അവിടെ കൊടുത്തു. ഒരു മാറ്റം അവിടെ വന്നപ്പോ ഹല്ലേലൂയ, ആ വെള്ളിയാഴ്ച ഞങ്ങളുടെ കുഞ്ഞു സഭയിലേക്ക് അവർ കടന്നു വന്നു. അങ്ങനെ അവരെല്ലാം കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുത്തു. പൂർണ്ണ വിടുതൽ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ 2 മാസം പ്രഗ്നന്റാ. കുഞ്ഞി വയറ്റിൽ മാറി കൈ മുറുക്കി ഇടിച്ചിട്ട് പറയും, നിന്റെ കുഞ്ഞിനെ തരത്തില്ല എന്ന് പറഞ്ഞ ഇവള് നിൽക്കുന്നേ. നിന്റെ കുഞ്ഞിനെ തരത്തില്ല, കൊല്ലും, കൊന്നു കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് വീരവാദം പറഞ്ഞ് നിൽക്കുന്ന ശത്രുവിന്റെ ശക്തികൾ. പക്ഷെ കൃപയാൽ കൊന്നില്ല കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ്, എൻ്റെ മോളുടെ പ്രായം, അതിനേക്കാൾ 1 വയസ്സിന് ഇളയ ഒരു കുഞ്ഞ് അവർക്കുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് 2 ഇരട്ട പിള്ളേരെ ദൈവം കൊടുക്കുവാനിടെ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ആ സഹോദരിക്ക് കിട്ടിയ വിടുതൽ ആ കുടുംബത്തിനകത്തുനിന്ന് 12 പേരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഭാഗ്യം നൽകി.
ഞങ്ങളുടെ സഭയിൽ സഹോദരന്മാരില്ലായിരുന്നു. പിള്ളേർ 2 പിള്ളേരാ. സൺഡേ സ്കൂളിനോ YPC യൂത്തിന്റെ പ്രോഗ്രാമിനോ ഒന്നും പിള്ളേരില്ല. 2 പിള്ളേർ. ആമേൻ. 8 പേരാകുമ്പോൾ 2 പിള്ളേർ, ബാക്കി പ്രായം ചെന്നവര്. ആമേൻ. 2 സഹോദരന്മാർ, ഇത്രയേ ഉള്ളൂ. അപ്പോ ആമേൻ, ഇന്ന് ആ കുടുംബത്തിനകത്തുനിന്ന് ദൈവം 12 പേരെ, അവരുടെ ചേച്ചി, ഫാമിലി, അപ്പൻ, അമ്മ, അവരുടെ കുഞ്ഞമ്മ, അങ്ങനെ ആമേൻ, അവരുടെ മക്കൾ, അതിലടങ്ങുന്ന 12 പേർ ജലത്തിൽ സ്നാനപ്പെട്ട് ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വന്ന് ഇന്ന് അവർ ആത്മാവിൽ സത്യത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം അവരുടെ സ്ഥിതികളെ മാറ്റി, അവരുടെ അവസ്ഥകളൊക്കെ ദൈവം മാറ്റി. ദേശത്ത് ഇന്നെല്ലാവരും പറയും, നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്, നിങ്ങൾ ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവം സ്തുതിയെ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, ആമേൻ, അതൊരു അനുഭവം. അങ്ങനെ ആലയത്തിൽ ചില മൂവ്മെന്റ് ഉണ്ടായി, പ്രാർത്ഥനകൾ തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഞാൻ മൂത്ത പൈതന്റെ സ്കൂളിൽ നിന്ന് ഇവിടെ അംഗൻവാടിയിൽ വിട്ടിട്ട് ഞാനും സൗമ്യ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ഇന്ന് പുനലൂരാ പുള്ളിക്കാർ താമസിക്കുന്നത്, അപ്പൊ ഞാനും ആ സഹോദരിയും കൂടെ ഒരു ഡയറി എടുത്ത് വിഷയങ്ങൾ അങ്ങോട്ട് എഴുതി. വിശ്വാസത്തോടെ വിഷയങ്ങൾ എഴുതി. അന്ന് ഞങ്ങൾക്ക് കീബോർഡ് ഇല്ല, സൗണ്ട് സിസ്റ്റം ഇല്ല, ചർച്ചില്ല, യൗവനക്കാരില്ല, സഹോദരിമാരില്ല, മാത്രമല്ല പിള്ളേരില്ല, സൺഡേ സ്കൂളിന് പിള്ളേരില്ല, ഇതൊന്നുമില്ല. വളരെ ശൂന്യമായിരിക്കുമ്പോൾ വിശ്വാസത്തോടെ വിഷയങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ 2 പേരും കൂടെ കരം കോർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങളുടെ ഈ സ്ഥിതിയെ മാറ്റി, ദൈവം ആത്മാക്കളെ നൽകണമേ, യൗവനക്കാരെ നൽകണമേ, വാഹനമുള്ളവരെ നൽകണമേ, കീബോർഡ് നൽകണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ടവരെ, ആ ഡയറി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതെന്തൊക്കെയാന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ 10 മണിക്ക് പ്രാർത്ഥിക്കായിരുന്ന 3:30 വരെ കണ്ടിന്യൂ ആയിട്ട്. വിശപ്പ് ദാഹമൊന്നുമില്ല. ഞങ്ങൾ 2 പേരാണെങ്കിൽ 40 പേര് ഇരിക്കുന്ന പ്രതിദിന പ്രാർത്ഥനയും അന്യഭാഷയും ആരാധനയും, അങ്ങനെ ആ സാന്നിധ്യം പറയും, അതിനകത്ത് ദൂത് പറയും, അതിനകത്ത് പ്രവചിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ആത്മാവ് തന്ന ഇന്നും മറക്കാൻ പറ്റിയിരുന്നില്ല. എന്തൊക്കെയന്ന് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. അന്ന് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും പ്രാർത്ഥിച്ചു. അതൊക്കെ ദൈവം നൽകുവരുടെയായി തീർന്നു. ലോക്ക്ഡൌൺ ടൈമിൽ, ഭയങ്കരമായിട്ടുള്ള ലോക്ക്ഡൌൺ ടൈമിൽ എല്ലാം പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ ഭയങ്കര സാഹചര്യത്തിൽ ഞങ്ങളുടെ ചർച്ച് വാർക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കൃപയാൽ സന്തോഷത്തോടെ ആയിരിക്കണം. അങ്ങനെ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഈ ദേശത്ത് കടന്നു വരുവാനും ദൈവം തന്ന ശുശ്രൂഷകളെ വിശ്വസ്തയോടെ ചെയ്യുവാനും അനേകടങ്ങളിൽ സാക്ഷ്യമായി കർത്താവ് ഞങ്ങളെ അയക്കുകയും അവിടെയൊക്കെ കർത്താവിന്റെ മഹത്വം ഞങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. സമയം ആയോ ആന്റി? സമയമായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ ഈ ദേശത്തായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ വന്നതാ, പക്ഷേ ഞങ്ങളുടെ വിശ്വാസികൾ ഞങ്ങളെ വിടുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തുടരുവാൻ ഒരു അവസരം കിട്ടി. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക കർത്താവിന് വേണ്ടി. എന്നെ വിടുവിച്ച വിധങ്ങൾ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പപ്പയെ, എൻ്റെ പപ്പയുടെ ആങ്ങളെ, എൻ്റെ അമ്മയുടെ കണ്ണുനീരൊക്കെ അന്നൊക്കെ അവര് ഇന്നേ നല്ല ആഹാരം എന്തൊക്കെയാ അന്ന് കൊതിച്ചതൊക്കെ ഇന്ന് വേണ്ടാത്ത കുറവാ. എല്ലാം തന്നു. വസ്ത്രത്തിന് വസ്ത്രം, ആഹാരത്തിന് ആഹാരം. അറിയപ്പെടുന്നവരുടെ നടുവിലിരുന്ന് പന്തി ഭോജനം ചെയ്യുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകി. എല്ലാത്തിനും കാരണം ഈ പുസ്തകത്തെ എടുക്കുവാൻ, ഇതിനെ ഉയർത്തുവാൻ, ഇതിനെ ആലിംഗനം ചെയ്യുവാൻ, ഇതിന്റെ സത്യങ്ങളെ വിളിച്ചു പറയുവാൻ. കർത്താവ്, ഒരു കുടിയന്റെ മകളാ ഞാൻ, എനിക്ക് പറയുവാൻ ഒരു ലക്ഷ്യമില്ല. പക്ഷെ ദൈവം എന്നെ സ്നേഹിച്ചു, എന്റെ കുടുംബത്തെ സ്നേഹിച്ചു, എന്റെ പപ്പയെ സ്നേഹിച്ചു. ഇന്ന് പപ്പ ആരോട് സുവിശേഷം പറയും? ഹിന്ദുക്കളോട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തോടെ ഒരു ജാഥ പോവുക, ഒരു ഘോഷയാത്ര. അതിൽ ചില ദൈവങ്ങളെയൊക്കെ അവരിങ്ങനെ എടുത്തുകൊണ്ട് പോകുമല്ലോ. അപ്പൊ അവിടെ നിന്ന് ആൾക്കാരടുത്ത് പറയുക, ഞാൻ പറയും, പപ്പ മിണ്ടാതിരിക്കേ, നീ അങ്ങോട്ട് മാറി നിൽക്കേ, 2 വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര തീക്ഷ്ണതയാ. അയ്യോ, പറഞ്ഞ വാക്ക് നടക്കാൻ കഴിയാത്ത ദൈവം, എടുത്തുകൊണ്ടു പോകുന്ന ദൈവത്തെ ചുമന്നു പോകുക. എടാ ഇങ്ങോട്ട് വാടാ, എന്റെ ദൈവത്തെ ചുമക്കണ്ട, എന്റെ ദൈവം നിന്നെ ചുമക്കുമെന്ന് എന്ന് പറഞ്ഞ് വളരെ തീഷ്ണതയോടെ എന്റെ കർത്താവിനെ എന്റെ പപ്പ ഉയർത്തുന്നത് കാണുമ്പോൾ എനിക്ക് ഇടയായി തീർന്നു. ഞാൻ മിണ്ടാതിരിക്കാൻ പറയും, എനിക്ക് പേടിയാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും, ആരോട് പപ്പ പറയുവാൻ പപ്പയ്ക്ക് ഒരു ധൈര്യം. സുവിശേഷം പറയുവാൻ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ പറയും, ആരോടും പറയും. ഞാൻ അവസാനം പറയും, നീ പറഞ്ഞതന്നെ ശരി, ഞാൻ അംഗീകരിക്കുന്നു, നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു അവരവിടെ സറണ്ടറായി. ഹല്ലേലൂയ. ഇങ്ങനെ അനേകരോട് സുവിശേഷം പപ്പ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ
അത്ര ഒന്നും പറഞ്ഞില്ലെങ്കിലും വിടുവിച്ച വിധങ്ങളെയും ദൈവം തരുന്ന ആലോചനകളൊക്കെ പറയുവാൻ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവസാനത്തോളം കർത്താവിനോട് അവസാന ശ്വാസം വരെയും എൻ്റെ ദൈവത്തിനു വേണ്ടി നിൽക്കണം. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളെ ആരുടെ മുഖം നോക്കാതെ ചെയ്തെടുക്കുവാനാണ് എൻ്റെ ആഗ്രഹം. അപ്പനെ ഉയർത്തുക എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ, ഒന്നും വ്യതിചലിക്കാതെ ആ കൃപയിൽ തന്നെ നിൽക്കുവാൻ ബലപ്പെട്ട പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേക നന്ദിയെ ഒരിക്കൽ കൂടി ഈ ധനത്തെ ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ഈ അനുഗ്രഹമായി തീരട്ടെ. അനേകർ എൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് ഇന്നലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിന്റെ അവസ്ഥ ഇങ്ങനെയാ. അനേക പെൺമക്കൾ വന്ന് പറഞ്ഞു, ആന്റി എൻ്റെ വീട്ടിന്റെ അവസ്ഥ ഇങ്ങനെയാ, എൻ്റെ അപ്പൻ എനിക്ക് സമാധാനം തരുന്നില്ല, എനിക്ക് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിനകത്ത് എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ അപ്പൻ മദ്യപാനിയാ. ഞാൻ അവരോട് പറയും, എൻ്റെ ജീവിതത്തെ മാറ്റിയ ദൈവം, എൻ്റെ അവസ്ഥയെ മാറ്റിയ ദൈവം, മോളെ നിന്റെ ജീവിതത്തെ മാറ്റും, നിന്റെ അവസ്ഥയെ മാറ്റും. എൻ്റെ യേശു ജീവിക്കുന്നവനാ, എൻ്റെ യേശു ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ മോളെ എന്ന് പറയുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനം സ്വസ്ഥതയെ കെടുത്തും, സമാധാനത്തെ കെടുത്തും, കുടുംബജീവിതങ്ങളെ തകർക്കും. ഈ മദ്യപാനത്തിന്റെ ആസക്തി അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികൾ വിടുതൽ പ്രാപിക്കുവാൻ ഈ സാക്ഷ്യം കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. ഇടവരികയില്ല, അവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ഇടവരികയിൽ അവൻ എന്നെ പിരികയില്ല, വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായെനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹീതമായ ആമേൻ സാക്ഷ്യത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. തന്റെ ദാസിയുടെ സാക്ഷ്യം ആമേൻ പറഞ്ഞു തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. ഇനിയും കർത്താവിന്റെ ദാസിയെ നമ്മൾ ആമേൻ തന്റെ സാക്ഷ്യം തുടരേണ്ടതിനായിട്ട് മറ്റൊരു അവസരം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് 8:30 മുതൽ 9:30 വരെയുള്ള ആമേൻ ഈ സൂം പ്ലാറ്റ്ഫോം, അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ലൈവ് നമുക്കുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്ര അനുഗ്രഹീതമേറിയ ഒരു സാക്ഷ്യം ജീവിതത്തിൽ ഒട്ടും ആമേൻ കുറയ്ക്കാതെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവം, അതാണ് സാക്ഷ്യം. ഹല്ലേലൂയ. അത് അപ്രകാരം തന്നെ പച്ചയോടെ വിളിച്ചു പറഞ്ഞു, ഞാനും ഒരു കുടിയന്റെ മകളായിരുന്നു. സ്തോത്രം. കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. ഒറ്റയ്ക്ക് കുടുംബത്തിൽ ജീവനുള്ള കർത്താവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞാൻ കർത്താവിന്റെ ആമേൻ ദാസിയുടെ ആ സാക്ഷ്യത്തിന്റെ ആരംഭമൊക്കെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയം വല്ലാതെ ആമേൻ സന്തോഷിക്കുകയും വേദനിക്കുകയും ചെയ്തു. ആമേൻ. ഇതൊക്കെ കഷ്ടതയിലായത് എനിക്ക് ഏറെ ഗുണമായി എന്ന് പറയുവാൻ ഈ ദിവസങ്ങൾ ദൈവം ഇടയാക്കിയല്ലോ. ഒരിക്കലും നാം ആരും പ്രതീക്ഷിച്ചതല്ല ഈ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായിട്ട് സ്വർഗം നമ്മെ വിളിച്ചു വേർതിരിക്കുമെന്നും അവന്റെ നാമത്തിന്റെ മഹിമ കണ്ട് സാക്ഷിയാകുമെന്നും. എന്നാൽ ഞാൻ പറയട്ടെ, ലോകാരംഭത്തിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കർത്താവിന്റെ കണ്ണ് നമ്മെ കണ്ടതുകൊണ്ട് നാളിതുവരെയും അവൻ ആമേൻ ഓരോ നിമിഷങ്ങളിലും അതതിന്റെ സമയത്ത് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മെ ഓരോരുത്തരെയും ആ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ ഇടയാക്കിയെങ്കിൽ ആമേൻ. പ്രിയപ്പെട്ട ആമേൻ കർത്തദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. ഷെഫ രാജേഷിനെ ആമേൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമേനെ പ്രാർത്ഥിക്കാം, അനുഗ്രഹിക്കാം. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിന് നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു. ഏറെ കഷ്ടതകളും
ദുഃഖങ്ങളും പ്രതികൂലങ്ങളും നിരാശകളും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിത ബാന്ധാവിൽ ആഞ്ഞടിച്ചുവെങ്കിലും ഞങ്ങളുടെ അപ്പന്റെ ആമൻ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ഇന്ന് നടത്തുന്ന ദൈവത്തെ സാക്ഷിക്കുവാൻ അങ്ങയുടെ മകളെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. അതെ, ഞങ്ങൾ ഒന്നറിയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അങ്ങ് പോക്ഷത്വമായതിനെ തിരഞ്ഞെടുത്തല്ലോ. ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തല്ലോ. അതെ, കുലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ കുലഹീനവും നികൃഷ്ടവുമായതിനെ അങ്ങ് തിരഞ്ഞെടുത്തുവെങ്കിൽ ഞങ്ങളൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാ കർത്താവേ. അങ്ങേക്ക് ഞങ്ങളോട് പ്രസാദം തോന്നുവാൻ കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ കർത്താവേ. ഈ സാക്ഷ്യം ഇനി അനേകായിരങ്ങളിൽ എത്തപ്പെടട്ടെ. ആമേൻ. ചില ഹൃദയങ്ങളെങ്കിലും വിടിവിക്കപ്പെടട്ടെ. നിരാശയിലും വേദനയിലും ഭാരത്തിലും രോഗത്തിലും ആമേൻ, അതെ, പാപത്തിന്റെ അന്ധകൂപത്തിലേക്ക് ആമേൻ, അതെ, ദൈവത്തെ അറിയാതെ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയാതെ ആമേനും വിഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്ന ചില ഹൃദയങ്ങൾ ഈ സാക്ഷ്യം കേട്ട് വിടുവിക്കപ്പെടട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് അവർ അടുപ്പിക്കപ്പെടേണ്ടതിന് കാരണമാകട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതവും സാക്ഷ്യവും ക്രിസ്തു യേശുവിലേക്ക് ചിലരെ അടുപ്പിക്കുന്നതായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട കർത്താവേ. അവിടുത്തെ നാമടികൾ കൂടി ഉയർത്തപ്പെടുവാൻ ഇടയാക്കണം. ഞങ്ങളുടെ ദാസിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്തദാസനായിട്ട് പ്രാർത്ഥിക്കുക. ദാനം കൊടുത്ത പൈതങ്ങളെ 3 പേരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവിടുത്തെ കരങ്ങളിലാണ്. അങ്ങയുടെ വേല ഇതുവരെയും ചെയ്തെടുപ്പാൻ അങ്ങയുടെ ദാസിദാസിനെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾ സംശയിക്കുമ്പോഴും ഞങ്ങളുടെ സംശയങ്ങളെ ദൂരീകരിച്ച് കർത്താവേ ഞങ്ങളുടെ പ്രയാസങ്ങൾക്കും ഞങ്ങളുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകി തന്ന് നിലയായി നിർത്തുന്നല്ലോ. അങ്ങയുടെ അഭിഷിക്തരെ കർത്താവ് ഇതുവരെ നിർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്തേൽപ്പിക്കുന്നു. തുടർന്ന് ആ ദേശത്ത് എത്ര കാലം അവിടുന്ന് ആക്കി വെക്കുന്നുവോ അത്രയും കാലം ശക്തമായ കരങ്ങൾ ഊഹിച്ചു കൊള്ളണമേ. അനേകായിരങ്ങൾക്ക് ഇനിയും ഒരു ആശ്വാസമായി മാറട്ടെ. അനേകരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ കാരണമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ആമേൻ, അതേ, ഫേസ്ബുക്ക് ലൈവിലായിരിക്കുന്ന ആമേൻ, യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും സാക്ഷിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മുഖാന്തരങ്ങൾ ഒരുക്കിയാട്ടെ. കർത്താവ് ഈ മീഡിയയുടെ പ്രവർത്തനങ്ങൾ കർത്താവ് മാനിക്കണമേ. വചനദീപ്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണമേ. ഇത്രത്തോളം നടത്തിയതിനായിട്ട് സ്തോത്രം. നന്മകൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കും. കർത്താവ് ചെയ്ത നന്മകൾക്ക് ഉപകാരങ്ങൾക്ക് നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ.